പറയാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1537 ദിവസത്തെ മലയാള ഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. നമ്മുടെ ഇന്നത്തെ അതിഥി ഡോക്ടർ സേതുരാജ് KS, അസോസിയേറ്റ് പ്രൊഫസർ, സംഹിത സംസ്കൃതം സിദ്ധാന്ത വകുപ്പ്, ഗവൺമെന്റ് ആയുർവേദ കോളേജ്, തൃപ്പൂണിത്തുറ. വിഷയം വൈദികീയ സുഭാഷിതങ്ങൾ, 5ാം ഭാഗം. വളരെ രസകരമായും പ്രധാനപ്പെട്ടതുമായ ഭാഗം സാറ് വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയൊരു ഗ്യാപ്പ് വന്ന് അദ്ദേഹം ഒത്തിരി തിരക്കിലായതുകൊണ്ടാണ് നമ്മൾ മറന്നുപോയതല്ല. ഇനിയും നമ്മൾ കേൾക്കാനുണ്ട്. അതുകൊണ്ട് ആദരപൂർവ്വം സേതുരാജ് സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട വൈദ്യ സുഹൃത്തുക്കളെ നമസ്കാരം. എനിക്കൊന്ന് കുറച്ച് ഒരു ചെറിയ ഇടവേള വന്നു. ചില തിരക്കുകൾ മൂലമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആഹാരത്തെ പറ്റിയിട്ടും അതിൻ്റെ എങ്ങനെ ആരോഗ്യകരമായിട്ടുള്ള ആഹാര അഭ്യവഹരണം അല്ലെങ്കിൽ ആഹരണ രീതികൾ എന്തൊക്കെയാണെന്നൊക്കെ പറ്റിയുള്ള വിഷയങ്ങളെ പറ്റിയിട്ടാണ്. നമ്മൾ അത് ആയുർവേദത്തിൽ പറഞ്ഞ നിർദ്ദേശങ്ങളും അത് നമ്മൾ ജീവിതത്തിൽ എങ്ങനെ നടപ്പിലാക്കുന്നതിനെ പറ്റിയിട്ടുള്ള സാമാന്യ ആഹാരവിധിയും ഭോജനവിധിയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു അതിനോട് കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതിയാണ് അനുപാനം എന്ന് ആയുർവേദത്തിൽ പറയും. അനുപാനം എന്ന് വെച്ചാൽ ഈ പാനീയങ്ങൾ എങ്ങനെ ഭക്ഷണത്തോടൊപ്പം ചേർത്ത് അല്ലെ ഭക്ഷണത്തിന് മുൻപോ ഭക്ഷണത്തിന് പിൻപോ ഇപ്പൊ എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ കുറെ നിർദ്ദേശങ്ങൾ. അതൊക്കെ പണ്ട് തൊട്ടേ നമ്മുടെ നാട്ടിൽ അത് ശീലിച്ചു വരുന്ന ഒരു രീതിയും കൂടിയാണ്. അപ്പം അനുപാനം എന്ന് പറഞ്ഞാല് അനു സഹ പശ്ചാത്വാ പീയതേ ഇതി അനുപാനം എന്നാണ് പറയുന്നത്. കൂടെയോ മുൻപോ, അതായത് ഭക്ഷണത്തിന് മുൻപോ അല്ലെ ഭക്ഷണത്തോടൊപ്പമോ ഭക്ഷണത്തിന് ശേഷമോ ഒക്കെ കഴിക്കപ്പെടുന്നതായിട്ടുള്ള ദ്രവങ്ങൾ, അതിനെയാണ് അനുപാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആഹാരത്തിന്റെ പചന പ്രക്രിയയിൽ അനിവാര്യമായി വേണ്ട ഒരു സംഗതിയാണ് ഈ ദ്രവാംശം എന്നുള്ളത്. വെറും ഘനമായ പദാർത്ഥങ്ങളെ കൊണ്ട് മാത്രം നമ്മൾക്ക് നമ്മുടെ ദൈനംദിന ശാരീരിക ഊർജത്തിന്റെ ആവശ്യമൊന്നും പൂർത്തീകരിക്കാൻ കഴിയില്ല. മാത്രമല്ല നമുക്കറിയാം ശരീരത്തിന് നിലനിൽപ്പിന് ഏറ്റവും ആവശ്യം വേണ്ട ഒരു ഘടകം കൂടിയാണ് ഈ പാനീയങ്ങൾ. അത് ജലം സ്വാഭാവികമായ ജലം തൊട്ട് പല രൂപത്തിലുള്ള ദ്രവങ്ങളുണ്ടല്ലോ. അപ്പൊ ദ്രവം അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ഒരു സുഭാഷിതത്തോടു കൂടി തന്നെ ഒരു തുടങ്ങാൻ തോന്നും. പാനീയം പ്രാണിനാം പ്രാണഹ വിശ്വമേവശ്ച തന്മയം നഹി തോയാദ്വിനാവൃത്തി സ്വസ്ഥസ്യ വ്യാധിതസ്യ വാ. അപ്പൊ അങ്ങനെയാന്ന് പറയുന്നത്. പാനീയം പ്രാണിനാം പ്രാണഹ, പാനീയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദ്രവങ്ങൾ, കുടിക്കപ്പെടേണ്ടതായിട്ടുള്ള ദ്രവങ്ങൾ എന്ന് പറയുന്നത് പ്രാണികളുടെ പ്രാണൻ തന്നെയാവുന്നു. പ്രാണനാവുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് എങ്ങനെ ബോധ്യമാവുന്ന വെച്ചാൽ വളരെ വിശന്ന് അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് നല്ല കഠിനമായിട്ടുള്ള ശാരീരിക വ്യായാമത്തിലൊക്കെ ഏർപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നല്ല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഉണർവും ഉത്തേജനവും ഉണ്ട്. അത് കൃത്രിമമായിട്ടുള്ള ഉത്തേജനമൊന്നുമല്ല, മരുന്ന് കഴിച്ചിട്ടുള്ള ഉത്തേജനവുമല്ല. അത് ഒരു ഉണർവാണ് നൽകുന്നത്, നമുക്ക് പുനരുജ്ജീവനമാണ് നൽകുന്നത്. അതുകൊണ്ടാണ് പാനീയം പ്രാണിനാം പ്രാണ വിശ്വമേവച തന്മയം. അതിന് ഈ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സംഗതിയുണ്ട്. പ്രപഞ്ചത്തിന്റെ ഒരു പതിപ്പാണല്ലോ. പ്രപഞ്ചത്തിന്റെ ഭൂമിയുടെ ഒരു ഘടന എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും ജലം തന്നെയാണ്. ഇതേപോലെ സമാനമായ ഒരു ഘടന തന്നെ ഭൂമിയിലെ ജീവിക്കുന്ന മനുഷ്യന്മാര് ഭൂമിയുടെ ഒരു പതിപ്പ്, ഒരു സൂക്ഷ്മ പതിപ്പ്, പ്രപഞ്ചത്തിന്റെ ഒരു സൂക്ഷ്മ പതിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ സാമാന്യം എവിടെയുമുണ്ട്, മനുഷ്യ ശരീരത്തിലുമുണ്ട്. അതാണ് മനുഷ്യ ശരീരത്തിലും ജലമല്ല ജലീയമായ ഭാവങ്ങൾ വളരെ അധികമുണ്ട്. ജലമുണ്ട്, രക്തമുണ്ട്, പിന്നെ പചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ദ്രവാംശമുണ്ട്. മാത്രമല്ല നമ്മൾ തന്നെ പഠിക്കുന്നത് കോശാന്തരമായിട്ടുള്ള കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്കുള്ള ഭാവങ്ങളുടെ അല്ലെ സംഗതികളുടെ കൈമാറ്റത്തിന് ഏറ്റവും പ്രധാനമായ ഒരു വാഹനമായി നിൽക്കുന്നത് ജലം തന്നെയാണ്. ഈ കോശാന്തര ഭിത്തികളിൽ കൂടെയുള്ള സംഗതികളുടെ സഞ്ചാരത്തിന് ഒരു മാധ്യമമായി തുടരുന്ന ജലം തന്നെയാണ് നമുക്കറിയാം, സൂക്ഷ്മമായിട്ട് ഉള്ള ഒരു ആലോചനയിലുമൊക്കെ. അപ്പം ജലം വളരെ പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ടാണ് പ്രോപ്പർ ഹൈഡ്രേഷൻ, ഡീഹൈഡ്രേഷൻ, റീഹൈഡ്രേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ ഡീഹൈഡ്രേഷൻ, റീഹൈഡ്രേഷൻ, ഹൈഡ്രേഷൻ, പ്രോപ്പർ ഹൈഡ്രേഷൻ. അപ്പം ശരീരത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായത് പര്യാപ്തമായ ആവശ്യമായ തോതിലുള്ള വെള്ളം അനിവാര്യമായി വേണ്ടതാണ്. അപ്പൊ അതെങ്ങനെയൊക്കെയാണ് അതുമായി ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വെള്ളത്തെ എങ്ങനെയൊക്കെ സേവിക്കും. അപ്പൊ പൊതുവെ വലിയ ചർച്ചകളൊക്കെ നടക്കാറുണ്ട്. എപ്പോൾ വെള്ളം കുടിക്കണം, ഭക്ഷണത്തോടൊപ്പം വേണമോ, ഭക്ഷണത്തിന് മുൻപ് വേണമോ, ഭക്ഷണത്തിന് ശേഷം വേണമോ ഒക്കെ എന്നുള്ള തർക്കമുണ്ട്. അത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു തർക്കമാണ്. പല
സമ്പ്രദായങ്ങൾ, പല രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട്. പക്ഷെ ആയുർവേദത്തിന് അതിന് ഒരു വ്യക്തമായ നിർദ്ദേശം തന്നെയുണ്ട്. സമസ്തൂല കൃശോ ഭുക്ത മധ്യാന്ത പ്രഥമാമ്പുപ, അങ്ങനെയാണ് പറഞ്ഞത്. സമനായിരിക്കണം, സമശരീരിയായി തുടരണമെങ്കിൽ, സ്ഥൂലനാവണമെങ്കിൽ, കൃശനാവണം. കൃശന്റെ മെലിഞ്ഞിരിക്കുന്നവനാണ്. ചടച്ച ശരീരത്തോടു കൂടിയനായി തീരണമെങ്കിൽ, നമ്മൾ ചടപ്പാന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ എപ്പോൾ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ തടിക്കാനാണ് ആഗ്രഹിക്കുന്നത് എപ്പോൾ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ശാരീരിക നിലവാരം നിലനിർത്താനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്, അതിന് എങ്ങനെ വെള്ളം കുടിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു നിർദ്ദേശമുണ്ട്. സമസ്ഥൂല കൃശോ ഭുക്ത മധ്യാന്ത പ്രഥമാമ്പോ, ഭക്ഷണത്തിന്റെ സമസ്ഥൂല കൃശോ ഭുക്ത മധ്യ അന്ത പ്രഥമാമ്പോ, ഭക്ഷണത്തിന്റെ മധ്യത്തിൽ, ഭക്ഷണത്തിന്റെ ഇടയിൽ വെള്ളം കുറേശ്ശെയൊക്കെ കുടിക്കുകയാണെങ്കിൽ, അപ്പോൾ ചോദിക്കാം, വെള്ളം കണ്ടമാനം കുടിക്കാനാണോ? അല്ല, അതിനും നിർദ്ദേശമുണ്ട്, അതിലേക്ക് വരാം. അപ്പം സമനായി തുടരണമെങ്കിൽ ഭക്ഷണത്തോടൊപ്പം വെള്ളം കുറേശ്ശെയായിട്ട് കുടിക്കുക. പിന്നെയോ, സമസ്ഥൂലനാവണമെങ്കിൽ ഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിക്കാൻ. പിന്നെയോ, കൃശനായി തുടരാനാണ്, വല്ലാതെ ചടപ്പൊന്നും ചടച്ച് തുടരാണ്, ചടപ്പോടുകൂടി തുടരാണ്, അതിൽ വല്ലാതെ മെലിഞ്ഞു തുടരാൻ, വല്ലാതെ തടി വെക്കാതിരിക്കാനാണ് ആഗ്രഹം. ഭക്ഷണത്തിന് ആരംഭത്തിൽ കുറച്ച് വെള്ളം കുടിയും നന്നായിരിക്കും എന്നൊരു നിർദ്ദേശമുണ്ട്. സമസ്ഥൂല കൃശവും മധ്യാന്ത പ്രഥമം. അപ്പൊ അന്നേരം വെള്ളം എങ്ങനെ കുടിക്കണം, എത്ര അളവിൽ കുടിക്കണം? അവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് പറഞ്ഞാല്, നേരത്തെ നമ്മൾ മുൻപുള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞതുപോലെ വേഗമാണ്. ശരീരത്തിന്റെ ഒരു ആവശ്യമനുസരിച്ച് ഒരു ശരീരത്തിൽ പ്രാകൃത ചോദന പോലെ ഒരു ബേസിക് നാച്ചുറൽ അർജ് ആണ് ഈ ദാഹം എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിൽ മുൻപ് ചയാപചയ പ്രക്രിയകൾക്കൊക്കെ വേണ്ടി വിനിയോഗിക്കപ്പെട്ട ജലാംശം തീർന്നിരിക്കുന്നു, ഇനിയും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ധനം വേണം എന്നുള്ള സൂചനയാണ്. ജലരൂപത്തിലുള്ള ഇന്ധനം വേണം എന്നുള്ള സൂചനയാണ് ഈ ദാഹം. വെള്ളദാഹമാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു ജലപാന നിർണയത്തിന്റെ ഒരു സൂചന. അപ്പം അത് എത്ര വേണം എന്നുള്ളത് നിശ്ചയിക്കുന്ന മറ്റു ഘടകങ്ങളുണ്ട്. അപ്പം കാലാവസ്ഥ ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പൊ വേനൽക്കാലത്ത് വേണ്ടി വരുന്ന അത്രയും വെള്ളം ചിലപ്പോൾ തണുപ്പ് കാലത്തോ മഴക്കാലത്തോ വേണ്ടി വരാറില്ല. നേരെ തിരിച്ച് ഈ തണുപ്പ് കാലത്താണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരാം. അധിക തണുപ്പുള്ള സമയത്തും ഈ പറഞ്ഞിട്ട് വെള്ളം വേർപ്പിനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറച്ച് കുടിച്ചാൽ മതിയാവും. അപ്പം അതിനെ പറ്റിയിട്ടുള്ള നിർദ്ദേശം എങ്ങനെയാ പറഞ്ഞിരുന്നത്? പ്രാഗ് മധ്യോത്തര ഭക്തോസോ അതോ അതല്ല, ക്ഷമിക്കണം, അത് പറഞ്ഞ നാമ്പുപേയം അശക്യാവ സ്വൽപ്പം അല്പാഗ്നി കുൽമിബി. നാമ്പുപേയം അശക്യാവ, ശക്തിയില്ലാത്തവനോ അല്ല ആരോഗ്യമില്ലാത്തവനെ കൊണ്ട് വെള്ളം വളരെ അധികമായ മാത്രയിൽ കഴിക്കേണ്ടതില്ല, കുറച്ച് മിതമായ തോതിൽ കഴിക്കും. ഇല്ലെങ്കിൽ കുടിക്കാതെ തന്നെ ഇരിക്കണം, പരിപൂർണമായി കുടിക്കാതിരിക്കണം എന്നല്ല. നാമ്പുപേയം അശക്തിയാവ, ശക്തി കുറവുള്ളവൻ കുറച്ച് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ മിതമായ തോതിൽ വെള്ളം കുടിക്കുക. അശക്തിയാവ സ്വൽപ്പം, അല്ലെങ്കിൽ വേണമെങ്കിൽ നീ അതല്ല തീരെ വെള്ളദാഹം ഉണ്ടെങ്കിൽ കുറച്ച് മാത്രം കുടിക്കുക. അപ്പൊ വെള്ളം കണ്ടമാനം കുടിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശത്തിനകത്തുണ്ട്. നാമ്പുപേയം അശക്തിയാവ സ്വൽപ്പം അല്പാഗ്നി ഗുൽമി ബിഹി. ഒരു ആയുർവേദത്തിൽ നിർദ്ദേശിക്കപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ദഹന സംബന്ധമായി ഉണ്ടാകുകയും ആരംഭിക്കുകയും പിന്നീട് ശരീരത്തിൽ മുഴകളായും. ഇപ്പം ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള പലതരം മുഴകളോ അല്ലെങ്കിൽ അർബുദങ്ങളുടെയൊക്കെ ഒരു സാഹചര്യം പോലെ വരുന്ന ചെറിയ ഈ നമ്മൾ പറഞ്ഞ ഗ്യാസിന്റെ അസ്വസ്ഥത എന്ന് തുടങ്ങി മേപ്പോട്ടെടുക്കൽ തുടങ്ങി ഗുരുതരമായ അർബുദങ്ങൾ വരെയായിട്ട് പറയപ്പെടാവുന്ന ഒരു വലിയ വിപുലമായിട്ടുള്ള മേഖലയാണ് ഗുൽമം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള രോഗമുള്ളവരൊക്കെ മിതമായ തോതിൽ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞു. നാമ്പുപേയം അശക്തിയാവ സ്വൽപ്പം പാണ്ഡുരോഗം വിളർച്ചയുള്ളവരുടെ വെള്ളം കുടിയുടെ തോത് മിതമാക്കണം, പാടില്ലെന്നല്ല. പാണ്ഡുരോഗം അതിസാരം വയറിളക്കം ആയ പാണ്ഡുരോഗ അതിസാരാർശോ ഗ്രഹണി ഗുൽമിബി. ശോഷം, ശരീരം വല്ലാണ്ട് മെലിഞ്ഞു വന്നവരും വെള്ളം കണ്ടമാനം നന്നാവില്ല. കാര്യം ഇതിനൊക്കെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ക്രമാതീതമായ തോതിൽ കുടിച്ചു കഴിഞ്ഞാൽ അത് ദഹനക്കേടിനുണ്ടാകും. നീ എന്തൊക്കെ കഴിച്ചാലും ശരീരത്തിൽ ദഹിച്ച വസ്തുക്കൾ മാത്രമേ ശരീരത്തിൽ പുഷ്ടിക്ക് കാരണമായി തീരുകയുള്ളൂ എന്ന്. അപ്പം വെള്ളം ദഹനക്കേട് വരാത്ത തോതിൽ ദാഹത്തിനനുസരിച്ചിട്ട് തൊഴിലിനനുസരിച്ച് പുറത്ത് വെട്ടി വേർക്കുന്ന രീതിയിൽ കഠിനമായിട്ടുള്ള കായിക അധ്വാനത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക്
വേണ്ട തോതിലാവില്ല AC ഉള്ള ഒരു മുറിയിൽ ഇരുന്ന്, അഥവാ ശീതീകരിച്ച മുറിയിൽ ഇരുന്ന് വലിയ ശാരീരികമായ ആയാസമൊന്നും ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, ഇപ്പം ബാങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്ക് പക്ഷെ അവിടെയും വെള്ളത്തിന്റെ ആവശ്യം വരും. കാര്യം വെച്ച് കഴിഞ്ഞാൽ AC ശീതീകരണ മുറിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ശരീരത്തിൽ നിന്ന് നിർജ്ജലീകരണം സംഭവിക്കുന്നുണ്ടെന്ന് അറിയാം. കാര്യം ഞാൻ ഒരു ദിവസം മുഴുവൻ നേരം ഫാനിന്റെ കീഴിലിരിക്കുകയോ അല്ലെങ്കിൽ ശീതീകരിക്കപ്പെട്ട സന്ദർഭത്തിൽ തുടർന്നു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാനായിട്ട് പിന്നീട് വൈകുന്നേരം മൂത്രം ഒഴിക്കാനൊക്കെ ചെല്ലുമ്പോൾ മൂത്രം കുറുകിയിരിക്കുന്നതായും അല്ലെങ്കിൽ നിറം കുറച്ച് കഠിനമായി മാറുന്നതായിട്ടൊക്കെ ഇത് ശരീരത്തിൽ നിന്നുള്ള ജലാംശം ബാഷ്പരൂപത്തിൽ ധാരാളം നഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് സൂചന നൽകുന്നുണ്ട്. അപ്പം അവിടെയും ചില കാര്യങ്ങളുണ്ട്. അതായത് നിരന്തരം തുടർച്ചയായിരുന്ന് ജോലി ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയും പറയുന്നത് അതിനും ഒരു സദ്വൃത്തം എന്ന് പറയുന്ന ഒരു ഭാഗത്ത്, ആരോഗ്യ സംരക്ഷണത്തിന്റെ ഒരു ഭാഗത്ത് കൃത്യമായി പറയുന്നുണ്ട്. നാങ്കേർ ചേഷ്ടേത വിഗുണം, അംഗങ്ങളെ വളരെ വികലമായ രീതിയിൽ ശരീരത്തെ വെച്ചുകൊണ്ട് ജോലിയിലൊന്നും ഏർപ്പെടാൻ പാടില്ല. പിന്നെയോ പറയുന്നത് കായവാക്ചേതസാം ചേഷ്ടാപ്രാക് ശ്രമാത് വിരിവർത്തയെ, ശാരീരികം കായികം എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടുള്ള വാക്ക് കൊണ്ടുള്ളത്, നമ്മുടെ വെർബലായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഓറൽ ആക്ടിവിറ്റീസ്, ഫിസിക്കൽ അതായത് വെർബൽ ഓറൽ ആക്ടിവിറ്റീസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, മെന്റൽ ആക്ടിവിറ്റീസ്, അങ്ങനെ 3 തരത്തിലാണ് പ്രവർത്തികളെ തിരിച്ചിട്ടുള്ളത്. അപ്പം ശാരീരിക പ്രവർത്തികൾ, മാനസിക പ്രവർത്തികൾ, പിന്നെ വാചികമായിട്ടുള്ള കർമ്മങ്ങൾ, ഇതൊക്കെയും ക്ഷീണം വരുന്നതിന് മുന്നേ അവസാനിപ്പിച്ചുള്ളതെന്നാണ് പറയുന്നത്. അപ്പം ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ നടുവിന് കഴയ്ക്കുന്നു, അല്ലെങ്കിൽ തുട കഴച്ചു തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെച്ചാൽ ആ ഒരു അവസ്ഥയിൽ തുടരുന്നതിന് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആ അവസ്ഥ ആ ശാരീരിക സ്ഥിതി ഒന്ന് മാറ്റി ഒന്ന് ഒന്ന് എഴുന്നേൽക്കുകയോ നിവരുകയോ 2 ചുവട് നടക്കുകയോ, അപ്പൊ ആ അവസ്ഥ നിലനിൽക്കുന്ന ശാരീരിക അവസ്ഥയിൽ ഒരു വ്യതിയാനം വരുത്തണം എന്നുള്ള ഒരു ശരീരത്തിന്റെ ഒരു ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനവന്റെ ശരീരത്തെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ തുടങ്ങണം. അതിനെ ശരീരം നൽകുന്ന സന്ദേശങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങണം എന്നുള്ളത് വല്ല പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ഡോക്ടറുടെ സഹായം പലപ്പോഴും ഇല്ലാതെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പം പനി വന്നാൽ നമുക്ക് നമ്മുടെ ശരീരത്തെ നിരീക്ഷിച്ചു തുടങ്ങും. ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തെ നിരീക്ഷിച്ചു തുടങ്ങും. തലവേദന വന്നാൽ നമ്മൾ നമ്മുടെ ശരീരത്തെ നിരീക്ഷിച്ചു തുടങ്ങും. അല്ലാത്ത വേളയിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ സ്വയം നിരീക്ഷിക്കാറില്ല. അപ്പം ഈ അവനവന്റെ ശരീരത്തെ നിരീക്ഷിച്ച് തുടങ്ങേണ്ട ഒരു ഉത്തരവാദിത്വം എല്ലാ മനുഷ്യനുണ്ട്. രോഗിയായാലും ചികിത്സകനായാലും എല്ലാ പേർക്കും, സാധാരണ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഒരു അവബോധം ഉണ്ടാവേണ്ടതുണ്ട്. കാര്യം എന്റെ ശരീരത്തിന് പറ്റുന്നത് ഏത് പറ്റാത്തത് ഏതെന്ന് അവനവന് തിരിച്ചറിയേണ്ടതുള്ള പ്രശ്നം. നമ്മൾ പറഞ്ഞു വന്നതെന്ന് മാറിപ്പോകുന്നില്ല. വീണ്ടും ആ പാനീയം അനുപാനത്തിന്റെ വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പം വെള്ളം കുടിക്കേണ്ടത് മിതമായ തോതിൽ കുടിക്കാനാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. അത് തന്നെ ഈ അവസ്ഥയ്ക്കനുസരിച്ച് ആഹാരം കൊണ്ട് നമ്മൾ എന്താണോ ലക്ഷ്യമാക്കുന്നത്, ഒരു സമഗ്രമായ പുഷ്ടിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭക്ഷണത്തിന് ശേഷം അല്ലെ കരാഹാരത്തിന് ശേഷം ജലം കുടിക്കാനാണ് നിർദ്ദേശം. ഇനി അതല്ല നമ്മളുടെ നിലനിൽക്കുന്ന ശാരീരസ്ഥിതി നിലനിർത്തിക്കൊണ്ട് പോകാനാണ് താല്പര്യമെങ്കിൽ ഭക്ഷണോടൊപ്പം മിതമായ തോതിൽ കുറേശ്ശെ കഴിക്കുക എന്നുള്ളത്. ഇനി അതല്ല മെലിയിക്കാനാണ് താല്പര്യം, അല്ലെങ്കിൽ ശരീരത്തെ ഒന്ന് മെലിയിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടിയിട്ടാണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് ഭക്ഷണത്തിന് മുൻപേ ഉടനെ തന്നെ വിശപ്പ് വന്നാൽ കുറച്ച് വെള്ളം കുടിച്ച് തുടങ്ങിക്കൊണ്ട് ആരംഭിക്കുക എന്നുള്ള രീതി പറയുന്നു. പിന്നെ ഈ പറഞ്ഞോട്ട് വെള്ളം സാമാന്യമായി പറയുന്നത് അമിതമായി കഴിക്കാൻ പറയുന്നില്ല. ദാഹത്തിനനുസരിച്ചും തൊഴിലിനനുസരിച്ചും ഋതു സാഹചര്യമൊക്കെ അനുസരിച്ചിട്ടും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷിക്കേണ്ടത് നമ്മുടെ വേർപ്പിന്റെ തോത് നല്ലവണ്ണം കായികമായി വേർപ്പ് ഉൽപ്പന്നമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ഏർപ്പെടുമ്പോൾ അതിനനുസരിച്ച് നമുക്കറിയാം പിന്നീട് അത് മൂത്രവിസർജനത്തിന് ചെല്ലുമ്പോൾ മൂത്രത്തിന്റെ സ്വഭാവത്തിൽ വരുന്ന അസ്വസ്ഥതകൾ, പുകച്ചിലും ചുടിച്ചിലും ഒക്കെ അനുഭവപ്പെടുക, അല്ലെങ്കിൽ അത് നിറം കുറച്ച് കുറുകി വരിക തുടങ്ങിയതൊക്കെ ശരീരത്തിലുള്ള ജലാംശം കുറഞ്ഞു തുടങ്ങുന്ന സൂചനയാണ്. അപ്പൊ അത് വരാത്ത രീതിയിൽ നിൽക്കാൻ എത്ര വെള്ളം വേണം, അതാണ് സാധാരണ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം, 2 ലിറ്റർ വേണോ, പുലർച്ചെ തന്നെ 3-4 കുപ്പി വെള്ളം കുടിക്കണമോ, പല രീതികൾ പലരും പറയാറുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഏതൊക്കെയാണ് നമ്മൾക്ക് പ്രയോജനകരം പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് എല്ലാവർക്കും സാമാന്യമായി എല്ലാവർക്കും ഒരേപോലെ ഫലപ്രദമാവണമെന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ ആയുർവേദത്തിന്റെ ഒരു സമീപനം വളരെ വ്യക്തിനിഷ്ഠമായിട്ടുള്ളതാണ്. അതായത് വളരെ സബ്ജക്റ്റീവായിട്ടാണ് കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാറ്. ഒരാൾക്ക് വേണ്ട, എനിക്ക് വേണ്ട ഒരു ദൈനംദിനം വേണ്ട വെള്ളത്തിന്റെ തോത് നിർണ്ണയിക്കുന്നതിൽ ഞാൻ ഒരു വൈദ്യന്റെ സഹായം തേടാം. പക്ഷെ അതോടൊപ്പം ഞാൻ എൻ്റെ ആവശ്യങ്ങളെ കൂടെ തിരിച്ചറിയേണ്ടത്. ഞാനിപ്പം നിരന്തരം ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് വലിയ ശാരീരിക ആയാസമില്ലാതെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ജലാംശത്തിന്റെ ആവശ്യത്തിന്റെ തോത് കുറഞ്ഞിരിക്കും. എന്നാൽ ഞാൻ വെട്ടിവേർക്കുന്ന റെയിൽവേ പാള നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാള് വേനൽക്കാലത്ത് ജോലി ചെയ്യുന്നത് അവര് നമുക്ക് കാണാറുണ്ട്. ട്രെയിനിലൊക്കെ പോകുമ്പോൾ തന്നെ കാണും. കലവുമായി വെള്ളത്തോട് കൂടിയിട്ട് അവിടെ അവർ പണിക്ക് പോകും. മാത്രമല്ല കുടിക്കുന്ന വെള്ളം ആ നിമിഷം തന്നെ വേർത്ത് പോവുകയും ചെയ്യും. അപ്പം അവർക്ക് കുറച്ചധികം വെള്ളം വേണ്ടി വരും.
അപ്പം കാലാവസ്ഥയ്ക്കനുസരിച്ച്, ദാഹത്തിനനുസരിച്ചിട്ട് മൂത്രം പോകുമ്പോഴത്തേക്ക് അസ്വസ്ഥത വരാത്ത രീതിയിൽ, പിന്നെ തൊഴിലിനനുസരിച്ച് ഈ പറഞ്ഞ മാനദണ്ഡങ്ങളോടുകൂടി അവനവൻ എത്ര വേണം എന്നുള്ളത് 2 ദിവസം കൊണ്ട് നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ഓരോ ഋതുക്കളിലും ഓരോ സീസൺ ഓരോ ഋതുക്കളിൽ നമുക്ക് എത്ര വേണം നിർണ്ണയിക്കാം, ഓരോ ദിവസം എത്ര വേണം നിർണ്ണയിക്കാം. പിന്നെ രോഗാവസ്ഥയിൽ ഈ ക്രമമല്ല കേട്ടോ. രോഗാവസ്ഥയിൽ ഇത് സ്വസ്ഥന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ്. രോഗാവസ്ഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ മിതമായ തോതിലോ അല്പമാത്രമായിട്ടോ വളരെ മിതമായ തോതിലോ മാത്രം വെള്ളം കുടിക്കാൻ പറയുന്ന നിർദ്ദേശങ്ങളാണ് നേരത്തെ പറഞ്ഞത്. നാമ്പുപേയം അശക്തിയാവ, സ്വല്പം അല്പാഗ്നി. ദഹനക്കേടുള്ളവൻ വളരെയധികം വെള്ളം കുടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ദൗർബല്യം വന്നിരിക്കുന്നവരും അമിത വെള്ളത്തിന്റെ ആവശ്യത്തിലേക്ക് പോകുമ്പോൾ, അതായത് ഇതൊക്കെ ദഹന ശക്തിയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ 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 പറയുന്നത് വെള്ളം പരിമിത ഒരു വല്ലാത്ത നിയന്ത്രണമില്ലാതെ കുടിക്കാൻ പറയുന്ന 2 ഋതുക്കൾ ശരത്കാലവും ഗ്രീഷ്മകാലവും, വേനൽക്കാലവും. പിന്നെ ഈ പറഞ്ഞോട്ട് വൃശ്ചികമൊക്കെ വരുന്ന ആ മഞ്ഞ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപേ ഉള്ള ഒരു കാലമുണ്ട്. ആകാശമൊക്കെ അധികം പകലൊക്കെ നല്ല ചൂടും രാത്രിയൊക്കെ നല്ല തണുപ്പും വരുന്ന രീതിയിലുള്ള, എന്നാൽ ആകാശത്ത് നല്ല തൂവള്ള മേഘങ്ങൾ ധാരാളം വരുന്ന, ആകാശം നീല നിറത്തിലിരിക്കും, നല്ല മേഘങ്ങളൊക്കെ നല്ല തൂവള്ള നിറത്തിലുമൊക്കെ വരുന്നത് ഈ ശരത്കാലത്തിന്റെ ഒരു സന്ധ്യകാലത്ത് സ്വതവേ നല്ലൊരു കുളിരും തണുവും ഒക്കെ വന്നു തുടങ്ങുന്ന ഒരു സന്ദർഭം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്നാൽ പകല് നല്ല ചൂടാകുന്നതാണ്. നമുക്കിപ്പോ ഈ പറഞ്ഞ ഇപ്പൊ കുറച്ച് ഒരാഴ്ച മുൻപേ വരെയൊക്കെ നമ്മളിപ്പോ മഴ വന്നതുകൊണ്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ട് വന്നില്ല. എങ്കിലും അല്ലാത്ത സമയങ്ങളിലൊക്കെ മഴ ഇല്ലാത്ത ദിവസങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ്. നല്ല ചൂട് പകലും, സന്ധ്യ കഴിയുമ്പോൾ അത്യാവശ്യം നല്ല കുളിര് പോലെയൊക്കെ വരുന്ന ഒരു തണുവുമൊക്കെ വരുന്നത്. അപ്പം ഈ 2 കാലത്ത് കുറച്ച് ആവശ്യത്തിൽ ദാഹത്തിൽ ഈ പറഞ്ഞ സാമാന്യ നിയമത്തിൽ അധികമായിട്ടൊക്കെ വെള്ളം കുടിക്കാൻ അനുവാദം പറയുന്നു. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ജലം വളരെ അനിവാര്യമായ ഒരു സാധനമാണ്. അത് ഭക്ഷണത്തോടൊപ്പം, ഭക്ഷണത്തിന് ശേഷം, ഭക്ഷണത്തിന് മുൻപ് ഒക്കെ കഴിക്കപ്പെടുമ്പോൾ അതിനെ അനുപാനമെന്ന് പറയുന്നു. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് ഇത് ദഹന പ്രക്രിയയെ കൃത്യമായ അളവിലാണെങ്കിൽ ദഹന പ്രക്രിയയെ സ്വാഭാവികമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവം. അപ്പൊ ആഹാര പരിണാമകര ഭാവം, ആഹാര പരിണാമത്തിന് സഹായിക്കുന്ന ഭാവങ്ങളെ പറ്റി പറയുന്നു. അതിൽ പ്രധാനമായിട്ടൊരു സംഗതി ജലമാണ്. അപ്പൊ ജലം ഉണ്ടെങ്കിൽ ദഹന പ്രക്രിയ നേരവണ്ണം നടക്കുകയുള്ളൂ. അത് കൃത്യമായ തോതിൽ വേണ്ടതാണ്. പിന്നെ പറഞ്ഞൊരു കാര്യം, അത് സ്ഥൗല്യം ആഗ്രഹിക്കുന്നത്, അപ്പം തടി വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഭക്ഷണത്തിന് ശേഷം വെള്ളം കുടിക്കുന്നത് ശീലിക്കുന്നത് നന്നായിരിക്കും. ഇനി അല്ല നമ്മുടെ നിലനിൽക്കുന്ന ശാരീരസ്ഥിതി നിലനിർത്താനാണ് നമ്മൾ താല്പര്യമെങ്കിൽ അതിന് ഭക്ഷണത്തിനോടൊപ്പം കുറേശ്ശെ മിതമായ തോതിൽ വെള്ളം കുടിക്കുന്നതാണ്. ഇനി അതല്ല, വല്ലാതെ തടിക്കാതെയും മെലിഞ്ഞു നിൽക്കാനാണ് താല്പര്യപ്പെടുന്നതെങ്കിൽ അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വരാറുണ്ടല്ലോ. അപ്പൊ തടി കുറയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർ ഭക്ഷണത്തിന് മുൻപ് വെള്ളം കുടിച്ചു തുടങ്ങുന്നത് നന്നായിരിക്കും. അനുഭവത്തിലും അങ്ങനെ തന്നെ കണ്ടുവരാറുണ്ട്. അപ്പോൾ വെറുതെ വെള്ളം കുടിക്കണോ, ഇപ്പോൾ പച്ചവെള്ളം കുടിക്കണോ, ചൂടുവെള്ളം കുടിക്കണോ, തിളച്ച വെള്ളം കുടിക്കണോ, തിളപ്പിച്ചാറി പിറ്റേ ദിവസത്തെ വെള്ളം കുടിക്കണോ, അപ്പൊ അതിനെ പറ്റിയിട്ടുമൊക്കെ ഒരു കൃത്യമായ നിർദ്ദേശം പറയുന്നു. തണുത്ത ജലം വേണ്ട സാഹചര്യങ്ങളുണ്ട്. കൃത്യമായിട്ടും തലചുറ്റൽ വരുമ്പോഴോ അല്ലെങ്കിൽ ശരീരം വല്ലാത്ത താപനില ഏറിയിരിക്കുന്ന സന്ദർഭം, ശീതം, മദാത്യ, ഗ്ലാനി, മൂർച്ഛ, ഛർദി, ശ്രമഭ്രമം, വല്ലാണ്ട് കായികാധ്വാനത്തിലേക്ക് ഏർപ്പെട്ട് തളർച്ച വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ആ തളർച്ച ഒന്ന് മാറാൻ സഹായിക്കുന്നത് ഉടനെ തന്നെ തണുത്ത വെള്ളം കുടിക്കുക എന്നുള്ളതല്ല. വേർപ്പൊന്ന് അടങ്ങിയതിന് ശേഷം തണുത്ത വെള്ളം കുടിക്കുന്നത് ക്ഷീണവും തളർച്ചയും ഒക്കെ മാറ്റാൻ, പിന്നെ അമിതമായ വെള്ളദാഹം മാറ്റാനും ഒക്കെ തണുപ്പ്. അപ്പൊ നമുക്കറിയാലോ, ഗ്രീഷ്മകാലത്ത് ഏറ്റവും കൂടുതൽ ശീതീകരിക്കപ്പെട്ട ജലത്തിന്റെ ഉപയോഗം കൂടുന്നത് അത് ഒരു കണക്കിന് ഈ പറഞ്ഞ ക്രമത്തിൽ തന്നെയാണ്. അതായത് ശരീരത്തിന്റെ ആ ഊഷ്മാവിന്റെ അംശത്തെ ഒന്ന് താരതമ്യേന കുറച്ചു നിർത്താൻ വേണ്ടിയിട്ടും അത് ചെല്ലുമ്പോൾ തന്നെ അറിയാം. അങ്ങനെ ഈ വേനൽക്കാലത്ത് വെള്ളം കുടിക്കുമ്പോൾ ഉടനെ തന്നെ നല്ലോണം വേർത്ത് പോകുന്നതും കാണാം. പിന്നെയുള്ള ഉഷ്ണജലം, ചൂടുവെള്ളം കഴിക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പം ചില പനിയൊക്കെ വരുന്ന സാഹചര്യം, ദഹനക്കേട്, ദഹന പ്രക്രിയ, ദഹന വ്യവസ്ഥ കുറച്ച് താറുമാറായിരിക്കുന്ന സന്ദർഭത്തിൽ ശീതജലം ഒട്ടും പാടുള്ളതല്ല. അവിടെ ഉഷ്ണജലം തന്നെയാണ് വേണ്ടത്. തിളപ്പിച്ച്, അത് ഉഷ്ണജലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരത്തില് പലതരത്തിലുണ്ട് കേട്ടോ. വെള്ളം തിളപ്പിച്ച വെള്ളത്തിലേക്ക് പച്ചവെള്ളം ചേർത്ത്, അതിന് സാധാരണ നമ്മൾ പറയുന്നത് വാട്ടവെള്ളം, നാട്ടുപുറത്തും അങ്ങനെ തന്നെയാണ് വാട്ടവെള്ളം കുടിക്കുന്നത്. സാധാരണ വാട്ടവെള്ളം നമ്മൾ നിർദ്ദേശിക്കാറുള്ളത് വയറിളകാനൊക്കെ വേണ്ടി കൊടുക്കുമ്പോഴാണ്. അപ്പൊ സാധാരണ പക്ഷെ ഹോട്ടലിലൊക്കെ നമുക്ക് ഇന്ന് കിട്ടുന്ന വെള്ളം പലപ്പോഴും അങ്ങനെയുള്ളതാണെന്ന് നമുക്കറിയാം. വലിയൊരു അളവിൽ വെള്ളം തിളപ്പിക്കാത്തവരൊക്കെ പച്ചവെള്ളം ചേർക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ആരോഗ്യകരമല്ലെന്ന് തന്നെ തീരുമാനം. കാര്യം നമുക്കിന്ന് ഇത്ര ജനസാന്ദ്രത ഏറിയ കേരളം പോലുള്ള പ്രദേശത്ത് ചില ആൾക്കാരുണ്ട് ഈ കുടിവെള്ളം, കിണറ്റിലെ വെള്ളം തന്നെ പഴയ ഗൃഹാതുരത്വത്തിന്റെ ഒരു പ്രത്യേകത, ആ ഒരു സ്വാധീനത്തില്, ഞാൻ പണ്ട് തൊട്ടേ കിണറ്റിലെ വെള്ളമേ കുടിച്ചിട്ടുള്ളൂ, അല്ലെ കിണറ്റിലെ വെള്ളത്തിന് ഒരു പ്രത്യേക മാധുര്യമുണ്ട്,
എന്നൊക്കെയുള്ള പ്രത്യേക ഒരു എന്താ പറയുക ഗൃഹാതുര ഭാവങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടൊക്കെ പച്ചവെള്ളം കുടിക്കാറുണ്ട്. പക്ഷെ നമുക്കൊരു വസ്തുതാപരമായ കാര്യം വെച്ചാൽ പച്ചവെള്ളം കിണറ്റിലെ വെള്ളം ഇനി എത്ര നല്ല പ്രദേശത്തെ ആണെങ്കിൽ പോലും വിശ്വസിച്ച് കുടിക്കാൻ പറ്റാത്ത രീതിയാണ്. നമ്മൾ എവിടുന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏത് ഭാഗത്തും ഒരു രക്തത്തിന്റെ ഒരു സാമ്പിൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഈ കോളിഫോം ബാക്ടീരിയയുടെ ഒക്കെ സാന്നിധ്യം ധാരാളം ഉള്ളതായിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് തിളപ്പിച്ച വെള്ളം കുടിക്കുക. ഇനി അതല്ല തണുത്ത വെള്ളം കുടിക്കുന്നത്, തിളപ്പിച്ചാറി കുടിക്കുന്നതാവും നന്നെന്ന് തോന്നും. അപ്പൊ നമ്മൾ പറയുന്ന വേറെ കാര്യം UV ഫിൽട്ടർ ഉണ്ടല്ലോ. അപ്പൊ UV ഫിൽട്ടറിന് കിട്ടുന്നത് ഈ പറഞ്ഞിട്ട് അണുക്കളെയൊക്കെ മാറ്റി പരമാവധി വേർപെടുത്തി കളയാമെന്നൊക്കെ പറയുന്നുണ്ട്. അവകാശവാദങ്ങളൊക്കെ ഉണ്ട്. അത് ശാസ്ത്രീയമായ തെളിവുള്ളതാണെങ്കിൽ പോലും എന്നാലും ഉചിതം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നാണ്. അതും ആ തിളപ്പിക്കലുമായി ബന്ധപ്പെട്ട് സാമാന്യമായി പറഞ്ഞു നമ്മളൊക്കെ എല്ലാം സുസമ്മതമായ ഒരു നിലപാട്. ഒരു 5 മിനിറ്റോളമെങ്കിലും വെട്ടിത്തിളയ്ക്കുന്ന റോൾ ബോയിലിംഗ് എന്നൊക്കെ പറയാറുണ്ട്. 5 മിനിറ്റോളം വെട്ടിത്തിളച്ച് അത് നമുക്ക് സഹിക്കാവുന്ന ചൂടിലാക്കി വേണമെങ്കിൽ കുടിക്കാം. ഇനി അതല്ല നമ്മുടെ ശാരീരിക സ്ഥിതി അല്ലെങ്കിൽ പ്രകൃതിയൊക്കെ അനുവദിക്കുന്നില്ല എങ്കിൽ ചൂടുവെള്ളം തന്നെ കുടിക്കുന്നത്, തിളപ്പിച്ചാറി കുടിക്കാം. അനഭിഷന്തി ലഘുജതോയം ക്വഥനം ചെയ്ത് തിളപ്പിച്ചാറിയ വെള്ളത്തിന്റെ ഗുണം പറയാം. അത് ശരീരം വല്ലാണ്ട് ചൂടായി നിൽക്കുന്ന സമയത്ത് ശരീരത്തെ തണുപ്പിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതാവും നന്ന്. അപ്പൊ അങ്ങനെ ഒരു സംഗതിയുമുണ്ട്. അപ്പം പച്ചവെള്ളം കുടിക്കാം. പച്ചവെള്ളം ആവശ്യമായ സന്ദർഭം ബോധക്ഷയം വരുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ ശരീരം വല്ലാണ്ട് താപനില ഏറി നിൽക്കുന്ന സന്ദർഭത്തിൽ വല്ലാണ്ട് നിർജ്ജലീകരണം വന്ന സന്ദർഭത്തിലോ ഒക്കെ പെട്ടെന്ന് ചൂടുവെള്ളത്തേക്കാൾ ഉപരി നന്നാവുന്നത് ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന വേളയിലൊക്കെ തണുത്ത ശീതീകരിക്കപ്പെട്ട ജലമായിരിക്കും നന്നാവും. അതും ഈ തിളപ്പിച്ചാറുന്നതാവും നന്ന്. ഇപ്പൊ വീടുകളിൽ പോലും ഈ നാരങ്ങ വെള്ളമൊക്കെ പിഴിയുമ്പോൾ സാധാരണ നമ്മള് മറ്റേ കടകളിൽ നിന്നൊക്കെ മറ്റേ നമ്മുടെ മിനറൽ വാട്ടർ എന്നൊക്കെ പറഞ്ഞ് മിനറൽ ഒന്നും ഇല്ലാത്ത മിനറൽ വാട്ടർ ആണല്ലോ കുടിക്കുന്നത്. അപ്പം അതും എത്ര ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പല പിഴവുകളിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ള വസ്തുതയാണ്. പക്ഷെ കഴിയുന്നത്ര വീട്ടിലും ഞാനും എൻ്റെ വീട്ടിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് വെള്ളം തിളപ്പിച്ചാറിയിട്ട് അത് വെച്ച് നാരങ്ങ വെള്ളം മറ്റേ പിഴിഞ്ഞു കുടിക്കുന്നതാണ് നമ്മൾ അനുവർത്തിച്ച് വരാറുള്ളത്. കിണറുണ്ട്, പക്ഷെ ആ കിണറ്റിലെ വെള്ളം നേരിട്ട് ഉപയോഗിക്കുന്ന സന്ദർഭം വളരെ ചുരുക്കമാണ്. തിളപ്പിച്ചാറി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം തിളപ്പിച്ചാറിയ വെള്ളം, പിന്നെ ഈ തിളപ്പിച്ചാറിയ വെള്ളം പിറ്റേ ദിവസം കുടിക്കാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര ആശാസ്യകരമായിട്ടായിരുന്നു പറയുന്നത്. കഴിയുന്നത് അന്നേ ദിവസം തന്നെ. ഏറ്റവും നല്ല ഒരു രീതി എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കലം വെള്ളം അങ്ങ് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ ജലത്തിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് വലിയൊരു തോതിൽ വെള്ളം തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഓഫീസിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് തിളപ്പിച്ചാറിയ വെള്ളം നമുക്ക് കിട്ടും. ആ വെള്ളം കൊണ്ടുപോകാം. കാര്യം ഇപ്പം എനിക്ക് തോന്നുന്നു ആൾക്കാർ അതിനെപ്പറ്റി കുറച്ചുകൂടെ ബോധവാന്മാരായതുകൊണ്ട് തന്നെ ചില്ല് കുപ്പികളിലും സ്ഫടിക പാത്രങ്ങളിലോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ ലോഹപാത്രങ്ങളൊക്കെ കൊണ്ടുപോയി തുടങ്ങി. നേരത്തെ ഈ പ്ലാസ്റ്റിക് കുപ്പിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ചൂടുവെള്ളം തന്നെ പ്ലാസ്റ്റിക് കുപ്പിയിൽ കൊണ്ടുപോകുന്നതും അപകടകരമാണ് എന്നുള്ള അറിവൊക്കെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അങ്ങനെ ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. എങ്കിലും മാത്രമല്ല ഇപ്പൊ ജോലിക്കൊക്കെ ദിവസേന യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ പുറമേ നിന്നുള്ള വെള്ളം മേടിക്കല് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു സാമ്പത്തികമായ വശമുണ്ട്. മാത്രമല്ല ആരോഗ്യകരമായ വശമാണ് പ്രധാനം എന്ന് തന്നെ മനസ്സിലാക്കും. തിളപ്പിച്ചാറിയ വെള്ളമായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. അത് വെള്ളം ചൂടോടെ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രയോജനം ഉണ്ട് താൻ. അപ്പം ഈ മാത്രമല്ല യാത്ര ചെയ്യുന്നവരിൽ ദഹന സംബന്ധിയായ വൈഷമ്യങ്ങൾ വരാൻ സാധ്യത നിരന്തരം മണിക്കൂറോളം ഇരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് മലമൂത്രങ്ങളൊക്കെ തടഞ്ഞു വെക്കേണ്ട സാഹചര്യം വരും. ദഹനം താറുമാറാനുള്ള സാഹചര്യമുണ്ട്. അപ്പം ഇനി അതിന്റെ കൂടെ തണുത്ത വെള്ളം കൂടെ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നം ഉണ്ടാവും. അപ്പൊ ചൂടുവെള്ളം കരുതുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് സംഗതി. അപ്പം വെള്ളത്തിന്റെ കാര്യം വന്നപ്പോൾ തണുത്ത വെള്ളം കുടിക്കേണ്ട ചില സന്ദർഭങ്ങൾ, ചൂടുവെള്ളം ചുമയുള്ളപ്പോഴും. മാത്രമല്ല ഈ മൂത്രത്തിന്റെ സുഗമമായ പോക്കിനെ ശീതജലത്തെക്കാളും നല്ല തണുത്ത വെള്ളത്തെക്കാളും നന്നായി പ്രവർത്തിപ്പിക്കുന്നത് ചൂടുവെള്ളമാണ്. കാരണം നമുക്ക് ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പം സദ്യ കഴിച്ചു കഴിയുമ്പോൾ അറിയാം. സദ്യ കഴിച്ചിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുമ്പോഴത്തേക്ക് നമ്മൾ നന്നായി വിയർത്തു തുടങ്ങുന്നു. അപ്പൊ ആയുർവേദം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് അമിത വിയർപ്പല്ല കേട്ടോ, അമിത വിയർപ്പ് ഒരു രോഗം തന്നെയാണ്. പക്ഷെ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചെറുതായൊരു വെള്ളം വിയർപ്പ് വരുന്നു എങ്കിൽ അതിന്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ ഈ സ്രോതസ്സുകൾ, ഈ കണ്ടക്ടിങ് സിസ്റ്റം, ശരീരത്തിന്റെ ചയാപചയ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള സംഗതികളെ പുറന്തള്ളാനുള്ള വഴികളൊന്നും വലിയ അടവുകളൊന്നും കൂടി ഇല്ലാതെ തുടരുന്നു
ആയുർവേദത്തിൽ അങ്ങനെയാണ്. പനി വരുന്ന ഒരു സന്ദർഭത്തിൽ ഇതൊന്നും ഇല്ലാതെയാവും, വിയർപ്പില്ലാതെയാകും. പനി മാറി നമ്മൾ നിശ്ചയിക്കുന്ന പല മാനദണ്ഡങ്ങളിൽ ഒന്നെന്ന് വെച്ചാൽ വിയർപ്പ് വീണ്ടും പുനരാഗമിക്കുന്നു എന്നാണ്. പുനരാഗമനം, വിയർപ്പിന്റെ പുനരാഗമനമാണ് ഈ പനി മാറി തുടങ്ങി എന്നുള്ളതിന്റെ പരമസൂചന, പ്രധാന സൂചനകൾ ഒന്നായി കാണാം. വേറെ മാനദണ്ഡങ്ങളുണ്ട്. രുചി തിരിച്ചറിയുന്നു, ഗന്ധം തിരിച്ചറിയാൻ തുടങ്ങുന്നു, പിന്നെ ഈ പറഞ്ഞോട്ട് നമുക്ക് ക്ഷീണം ഒക്കെ മാറി തുടങ്ങുന്നു. അങ്ങനെ ഒരു വിശദമായൊരു ലക്ഷണം തന്നെയുണ്ട്. അത് വരുമ്പോഴാണ് നമ്മൾ പനിയൊക്കെ വിട്ടുമാറി എന്ന് നിർണ്ണയിക്കുക. അപ്പൊ അതിലൊരു പ്രധാന സംഗതി വേർപ്പ്. അപ്പം ശരീരത്തിലെ ഈ സ്രോതസ്സുകൾ, സ്രോതസ് എന്ന് പറയുന്ന ഒരു ആയുർവേദത്തിന്റെ ഒരു സ്വസജ്ഞയാണ്. സ്വസജ്ഞ സാങ്കേതിക സംജ്ഞയാണ്. പക്ഷെ നമ്മളതിനെ ഈ ചയാപചയ പ്രക്രിയയിലേക്ക് ഇടപെടുന്ന ചില വഴികൾ സൂക്ഷ്മങ്ങളാണ്. സൂക്ഷ്മങ്ങളായിട്ടുള്ളവയുണ്ട്, സ്ഥൂലങ്ങളായവയുണ്ട്. സ്ഥൂലങ്ങളായിട്ടുള്ളവയാണ് സ്വേദവും മൂത്രവും പുരീഷവും ഒക്കെ പുറത്തേക്ക് തള്ളാനായിട്ട് സഹായിക്കുന്നത്. അല്ലാതെ സൂക്ഷ്മങ്ങളായിട്ടുള്ളവയുണ്ട്. അതിന് ഈ പറഞ്ഞോട്ട് പാത്ത് വേസ് എന്നൊക്കെ വേണമെങ്കിലൊക്കെ ഇപ്പൊ ആധുനിക ശാസ്ത്രത്തിലൊക്കെ പറയുന്ന പോലുള്ള സംഗതികളുണ്ട്. അതായത് ഒരു സംഗതി മറ്റൊന്നായി പരിണമിച്ചു പോകുന്ന ഒരു വഴിയുണ്ടല്ലോ. അതൊക്കെ ഒരു സൂക്ഷ്മ സ്രോതസ്സുകളായിട്ടൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ മനോഭാവ സ്രോതസ് എന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും നേരിട്ട് ദൃഷ്ടിഗോചരമൊന്നുമല്ല. ദൃഷ്ടിഗോചരമായ സ്രോതസ്സുകൾ വേറെ. അപ്പം ഈ സ്രോതസ്സുകളൊക്കെ തുറക്കുന്നു. അപ്പം ഈ മലങ്ങളൊന്നും അടിയാതെ നേരത്തെ പറഞ്ഞു, ആഹാരത്തിനെ പചിപ്പിക്കുന്നതിന് ദ്രവത്തിന്റെ ആവശ്യമുണ്ട്. മാത്രമല്ല പചിക്കപ്പെട്ട ആഹാരത്തിന്റെ ഭാഗങ്ങളുടെ ശരീരത്തിൽ അതിനെ എത്തിക്കുന്നതിന്, അതിന്റെ വിതരണം ചെയ്യുന്നതിനും ജലം ആവശ്യമുണ്ട്. മാത്രമല്ല ഈ ആഗിരണം ചെയ്തതിനു ശേഷം പുറപ്പെടേണ്ടതായിട്ടുള്ള മാലിന്യങ്ങളെ പുറന്തള്ളുന്നതിനും എന്ത് തന്നെ വേണം? ഈ ജലത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പാനീയം പ്രാണിനാം പ്രാണഹ വിശ്വമേവശ തന്മയം നഹി തോയാദ് വിനാവൃത്തി. വെള്ളമില്ലാതെ മനുഷ്യന് നിലനിൽപ്പില്ല. സ്വസ്ഥസ്യ വ്യാധിതസ്യ, സ്വസ്ഥനായവനും വ്യാധിതനായവനും ജലമില്ലാതെ മാർഗമില്ല, ജലമില്ലാതെ നിലനിൽപ്പില്ല. നഹി തോയാദ് വിനാവൃത്തി, വൃത്തി എന്ന് വെച്ചാൽ നിലനിൽക്കുന്നു. നഹി തോയമില്ലാതെ, ജലമില്ലാതെ നിലനിൽപ്പില്ലാർക്ക് സ്വസ്ഥനും വ്യാധിതനും എന്നാണ് പറഞ്ഞു വെച്ചിട്ട്. അപ്പം നമ്മൾ ഇതേവരെ അനുപാനത്തിനെ പറ്റി പറഞ്ഞു. അതിൽ തന്നെ ജലത്തിന്റെ കാര്യത്തിൽ ജലം മാത്രമല്ല കേട്ടോ, പാല് അനുപാനമായിട്ട് ഉപയോഗിക്കാറുണ്ട്, മദ്യത്തിന് അനുപാനമായിട്ട് ഉപയോഗിക്കാറുണ്ട്, തൈലങ്ങൾ അനുപാനമായി ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അത് മറ്റേ നെയ്യ് പോലെയുള്ള അത് ഒരു ദ്രവദ്രവ്യാദി വിജ്ഞാനി എന്നൊരു പ്രത്യേക വിഭാഗം തന്നെ. അതായത് കഴിക്കപ്പെടാനുള്ള ദ്രവരൂപത്തിലുള്ള വസ്തുക്കൾ. അത് വെള്ളത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, തൈലങ്ങളെ പറ്റി പറയുന്നുണ്ട്, മദ്യത്തെ പറ്റി പറയുന്നുണ്ട്, ക്ഷീരവികൃതികൾ എന്നാണ് പറയുന്നത്. പാലിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന തൈര്, മോര് തുടങ്ങിയ സംഗതികൾ, നെയ്യ്, വെണ്ണ തുടങ്ങിയ സംഗതികൾ. പിന്നെ കരിമ്പിൽ നിന്ന് ഉൽപ്പന്നമാക്കുന്ന, നമ്മൾ മധുരത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ശർക്കരയാണ്. അല്ലെ, ശർക്കരയും പഞ്ചസാരയും ഒക്കെ. അപ്പോൾ ശർക്കരയും പഞ്ചസാരയും ഒക്കെ ഈ കരിമ്പിൽ നിന്ന് ഉണ്ടാക്കിയിട്ട്, കരിമ്പിൻ നീരൊക്കെ കേരളത്തിലൊക്കെ ഇപ്പൊ എനിക്ക് പാലക്കാട് ഭാഗത്തും മറ്റേ ഇടുക്കി ഭാഗത്തും ഒക്കെ ഇന്നിപ്പോ ഉള്ളൂ. പണ്ട് ആലപ്പുഴയിലും ഒക്കെ ഉണ്ടായിരുന്നു. ആലപ്പുഴയിലൊക്കെ പന്തളം, പത്തനംതിട്ട ഭാഗത്തൊക്കെ, ചെങ്ങന്നൂർ ഭാഗത്ത് ഒക്കെ കരിമ്പിന്റെ കൃഷി ധാരാളം ഉണ്ടായിരുന്നു. ഈ പുഴകൾക്കരികിലുള്ള ഭാഗത്തൊക്കെ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇപ്പം അധികവും പുറത്തുനിന്ന് തന്നെയാണ് വരുന്നത്. അപ്പം അതും അങ്ങനെ കരിമ്പിന്റെ ഉൽപ്പന്നങ്ങൾ, കരിമ്പിൻ നീര് ഈ പറഞ്ഞോട്ട് മൂത്രാശയത്തിന്റെ മൂത്ര വിസർജനത്തിനും മൂത്രാശയ ശുദ്ധിക്കും ഒക്കെ നേരത്തെ ചൂടുവെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചൂടുവെള്ളം കുടിക്കുന്ന മൂത്രാശുദ്ധിക്ക് സഹായിക്കുന്ന ഒരു സംഗതി. അതേപോലെ തന്നെയാണ് ചൂട് സഹിക്കാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ ചൂട് പറ്റാത്തവരിൽ പക്ഷെ മൂത്രശുദ്ധി വരുത്തണമെങ്കിൽ മൂത്രാശയത്തിന്റെ ശുദ്ധിയൊക്കെ വരുത്താൻ, അതിന്റെ വിസർജന പ്രക്രിയയൊക്കെ സ്വാഭാവികമാക്കാൻ കരിമ്പിൻ നീര് സഹായിക്കും എന്നുള്ളതാണ്. അതൊരു ഡയൂറസിനെയൊക്കെ സഹായിക്കുന്ന, അല്ലെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഗതിയായിട്ടൊക്കെ പറയുന്നു. മാത്രമല്ല ചൂടുവെള്ളത്തിന്റെ ഒരു പ്രത്യേക കണ്ടത്തിൽ തൊണ്ടയിൽ കഫമൊക്കെ അടിഞ്ഞിട്ട് ശബ്ദത്തിന് തടസ്സമൊക്കെ ഉണ്ടാകുമ്പോൾ, അപ്പൊ അതിനെയൊക്കെ കണ്ഠ്യം, അത് തൊണ്ടയുടെ അല്ലെങ്കിൽ വോക്കൽ ക്വാളിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്ന ദ്രവ്യങ്ങളൊക്കെ ആയിരത്തിൽ കണ്ഠത്തിന് ഹിതമായിട്ടുള്ള കണ്ഠ്യം. അപ്പൊ കണ്ഠ്യമായ ഒരു സജീവനം, പാചനം, കണ്ഠ്യം, ലഘൂഷ്ണം, വസ്തിശോധനം. ഉഷ്ണമാണ്, പിന്നെ ദഹന പ്രക്രിയ സഹായിക്കുന്ന എന്നൊക്കെയാണ് ഉഷ്ണഗുണത്തിന്റെ ഗുണം. ജലത്തിന്റെ ഗുണങ്ങളൊക്കെ പറയും. അപ്പോൾ ശീതജലത്തിന്റെ ഗുണം പറഞ്ഞു. പിന്നെ തിളപ്പിച്ച വെള്ളത്തിന്റെ കാര്യം, തിളപ്പിച്ചാറിയ വെള്ളം ഒരു 5 മിനിറ്റോളമെങ്കിലും വെട്ടിത്തിളച്ചതിന് ശേഷം അത് ഉപയോഗിക്കുന്നതാവും ചെയ്യാം. അത് ചൂടോടുകൂടിയും ചൂടാറിയതിന് ശേഷവും ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അത് വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. വീണ്ടും നമ്മൾ അനുപാനത്തിന്റെ കാര്യത്തിലേക്ക് പോകും. അനുപാനം ചെയ്യുന്നത് സംഗതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണോ
ഈ തൈലത്തിന്റെ പുറത്ത് വെള്ളത്തിന്റെ പുറത്ത് തൈലം പുരട്ടി തൈലം ഒരു തുള്ളി തൈലം ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ വളരെ പെട്ടെന്ന് ഇങ്ങനെ വ്യാപിച്ചു പോകുന്നത്. അപ്രകാരം ആഹാരത്തിന്റെ കൂടെ അനുപാനത്തോടു കൂടി കൊടുക്കുന്ന ഔഷധങ്ങളും ആഹാരവും വളരെ പെട്ടെന്ന് ശരീരത്തിൽ വ്യാപിച്ച് എത്തിച്ചേരുന്നു. അതായത് ശരീരത്തിൽ ആകമാനമുള്ളതിന്റെ വ്യാപ്തി സുഗമമാക്കുന്നതിന് ജലത്തിന്റെ ഈ അനുപാനങ്ങളുടെ പ്രയോഗം വളരെ സഹായിക്കുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പം അനുപാനം കരോത്യൂർജ, അനുപാനത്തിന്റെയൊക്കെ പ്രയോജനം, അനുപാനം കരോത്യൂർജം, ഊർജത്തെ നൽകുന്നു. തൃപ്തിം വ്യാപ്തിം ദൃഢാംഗത, തൃപ്തി ശരീരത്തിന്. തൃപ്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു നിറവ് തോന്നും, മതി, ഇത്രയും മതി എന്ന് തോന്നുന്ന ആ തൃപ്തിയെ ഉണ്ടാക്കുന്നു. തൃപ്തിയും വ്യാപ്തിയും. പിന്നെ വ്യാപനം, ശരീരത്തിലുള്ള വ്യാപനത്തെ, ദൃഢാംഗത, ശരീരത്തിനുള്ള ഇപ്പൊ നമുക്ക് പേശികളിലൊക്കെ ആരോഗ്യത്തിന് ഒക്കെ ഏറ്റവും പ്രധാനമല്ല, പേശികളിലല്ല, ആകമൊത്തമുള്ള ശരീരത്തിന്റെ എല്ലാ ഭാവങ്ങളുടെയും ഒരു സൗഷ്ഠവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ജലത്തിന്റെ സാന്നിധ്യം. ഒരു ജലാംശം വളരെ അനിവാര്യമാണ്. അപ്പം അഥവാ പ്രോപ്പർലി ഹൈഡ്രേറ്റഡ്, പ്രോപ്പർ ഹൈഡ്രേഷൻ ശരീരത്തിന്റെ മെറ്റബോളിസത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു 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 ബേസിക് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അടിസ്ഥാനപരമായിട്ടൊരു പശ്ചാത്തലമാണത്. ജലത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ജലാംശത്തിന്റെ സാന്നിധ്യം പ്രധാനമാണ്. അപ്പം തൃപ്തിം ആമസംഘാത ശൈഥില്യം, പിന്നെ ദഹിക്കപ്പെടാനുള്ള സാധനങ്ങളെ ശിഥിലീകരിച്ച് ദഹന പ്രക്രിയ സുഗമമാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഖരമായ വലിയ വ്യാപ്തിയുള്ള വളരെ വലിപ്പമേറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ചവച്ചരച്ച് അതിനെ ലഘുവാക്കി തീരെ ചെറിയ 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 ഘടകങ്ങളായി വേർപിരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഡിസിൻറ്റഗ്രേഷൻ, അതിന്റെ ശിഥിലീകരണത്തിന് വളരെ സഹായിക്കുന്നു. ആമസംഘാത ശൈഥില്യം വിക്ലിപ്തി. പിന്നെ ഒരു ദഹന പ്രക്രിയ, ഇപ്പൊ സാധാരണ ഈ പറയുന്ന ഒരു ഉദാഹരണം വളരെ നമുക്ക് അറിയാവുന്നത്, ഇപ്പം ഒരു ഒരു കലത്തിൽ അരിയിട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അരിയെടുത്ത് കലത്തിൽ വെക്കുന്നു, അടുപ്പത്ത് വെക്കുന്നു. വെള്ളമില്ലാതെ വെച്ച് കഴിഞ്ഞാൽ അരി കരിഞ്ഞു പോകാന്ന് വെച്ചാൽ. എന്നാൽ വെള്ളത്തോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വെന്ത് തുടങ്ങും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ശരീരത്തിലും ഒരു അഗ്നിയുണ്ട്. പക്ഷെ ആ അഗ്നി നമ്മളെ പുറത്ത് കാണുന്ന പോലെ കരിച്ചു കളയുന്ന, അല്ലെ ദഹിപ്പിച്ചു കളയുന്ന ഒരു അഗ്നി അല്ല വേണ്ടത്. ഇതിനെ കൃത്യമായി ശരീരത്തിന് വേണ്ട ഭാവങ്ങളാക്കി നിയന്ത്രിതമായ തോതിൽ പരിണമിപ്പിച്ചു തരുന്ന, പാകപ്പെടുത്തി തരുന്ന, അതായത് കൃത്യമായ തോതിൽ പാകപ്പെടുത്തി തരുന്ന രീതിയിൽ ആ ഊഷ്മാവിനെ ക്രമീകരിക്കേണ്ടത്. അപ്പം ഈ ജലത്തിന്റെ ഒരു സാന്നിധ്യം ഈ ശരീരത്തിൽ നടക്കുന്ന ചയാപചയ പ്രക്രിയയെ ഒരു തരത്തിൽ ക്രമീകരിക്കുന്നുണ്ട്. ക്രമീകരിച്ചത് തീരെ അങ്ങ് കരിച്ചു കളയാതെ, എന്നാലോ വേവ് കെട്ടുപോകാനും പാടില്ല, കൃത്യമായ വേവണം. വേവ് കൂടാനും പാടില്ല, വല്ലാണ്ട് കരിഞ്ഞു പോകാനും പാടില്ല. അപ്പൊ വേണ്ടവണ്ണം ദഹനം നടക്കണമെങ്കിൽ ശരീരത്തിന്റെ ജലാംശത്തിന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ആ ദഹന പ്രക്രിയ സുഗമമാക്കാൻ ഭക്ഷണത്തോടൊപ്പവും മുൻപും പിൻപും ഒക്കെയായി കഴിക്കപ്പെടുന്ന ആ ഒരു ദ്രവത്തിനെ സാങ്കേതികമായ അനുപാനം എന്ന് പറയുന്നു. പിന്നെ ഈ കഴിക്കുന്ന ആഹാരത്തിന്റെ സ്വഭാവം അനുസരിച്ചും ഒക്കെ ഈ അനുപാന ഭേദം വരുത്താവുന്നതാണ്. ഈ ഗോതമ്പ് പോലെയുള്ളൊക്കെ ഇത് നമ്മൾ സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. നാട്ടിൻപുറത്ത് നമ്മുടെ കോളേജിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഈ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ കുട്ടികളൊക്കെ വരാറുണ്ട് പഠനത്തിന്. ഇപ്പം ഒരു 10% സീറ്റുകൾ മറ്റേ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നുള്ള കുട്ടികൾക്ക്, അപ്പം ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ ഭാഗത്തെ കുട്ടികൾ. അപ്പൊ ഇവർക്ക് ഈ ഗോതമ്പ് കഴിച്ച് ശീലിച്ചുള്ളവരുണ്ട്. തന്നെ മിസ്സിലും ഒക്കെ ഈ ഗോതമ്പിന്റെ ഒക്കെ ഉപയോഗം കൂടിയിട്ടുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഗോതമ്പിന്റെ കൂടെ അവർ സാധാരണ ചൂടുവെള്ളം കഴിക്കാറില്ല, പച്ചവെള്ളമേ കഴിക്കാറുള്ളൂ. ഇവിടെയും പറയുന്നുണ്ട് അങ്ങനെയാണ്. അനുപാനം ഹിമം വാരി യവഗോതൂമയോർഹിതം, യവധാന്യവും ബാർലി പോലെയുള്ളതും അല്ലെ ഗോതമ്പ് പോലെയുള്ളവയും ഒക്കെ വെച്ചുള്ള ആഹാരങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ അനുപാനം. തണുത്ത വെള്ളമാണ് സാധാരണയായി പറയാറുള്ളത്. ഇവിടെ ചൂടുവെള്ളം സാധാരണ പറയാറ്. മാത്രമല്ല ചൂടുവെള്ളം, ചപ്പാത്തിയോടുകൂടി ചൂടുവെള്ളം കഴിച്ച് ശീലിച്ചാൽ ചിലർക്കെങ്കിലും ഒക്കെ അത് ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന, എരിച്ചിലും ഹാർട്ട് ബേൺ ഒക്കെ ഉണ്ടാക്കുന്ന അനുഭവങ്ങളൊക്കെ, നെഞ്ചെരിച്ചിലും ഉല്ലാസം നായകത്തിലൊക്കെ പറയാം, അങ്ങനത്തെ ഒരു അനുഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതൊന്ന് ഒഴിവാക്കി ചിട്ടപ്പെടുത്തുമ്പോൾ തന്നെ, അതായത് വെള്ളത്തിന്റെ ഒരു ക്രമം മാറ്റുമ്പോൾ തന്നെ ആ അസ്വസ്ഥത മാറുന്നതായും കണ്ടിട്ടുണ്ട്. യവഗോതും തെദ്നി മധ്യേ. പിന്നെ മാത്രമല്ല തൈരിനോട് കൂടി, തൈര് പോലെയുള്ള സംഗതികളൊക്കെ കഴിക്കുമ്പോഴും അനുപാനമായിട്ട് ശീതമായിട്ടുള്ള സംഗതികളാണ് പലപ്പോഴും പറയാറ്. വിശേഷ തേനിനുകൂടി, തേന് ചേർത്തുള്ള സംഗതികളൊക്കെ കഴിക്കുമ്പോഴും കൂടെ കഴിക്കേണ്ട ദ്രവം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തണുത്തതായിരിക്കേണ്ടത്. തണുത്ത വെച്ചാൽ മറ്റേ ശീതീകരണ യന്ത്രങ്ങളിലൊക്കെ വെച്ച് അമിതമായ തോതിൽ തണുപ്പിക്കുക, സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള താപനിലയിൽ
കഴിക്കുന്നത്. വലിയ ചൂടുമല്ല തണുപ്പുമല്ലാത്ത രീതിയിലുള്ള ശീതജലമാണ് നല്ലത്. അപ്പം ഗോതമ്പ് ചേർത്തുള്ള സാധനങ്ങൾ, ഗോതമ്പ് പോലെയുള്ള സാധനങ്ങൾ, ബാർലി പോലെയുള്ള സാധനങ്ങൾ, തൈര്, തേന് തുടങ്ങിയ സാധനങ്ങളോട് കൂടിയൊക്കെ അനുപാനമായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീതജലമാണ്. പിന്നെയോ കോഷ്ണം, പിഷ്ടാമേത്, ഇനി അരച്ചുണ്ടാക്കിയിട്ടുള്ള അപ്പം പോലെയോ അരച്ചുണ്ടാക്കിയിട്ടുള്ള പലഹാരങ്ങളുടെ കൂടെയൊക്കെ ചൂടുവെള്ളം, അപ്പൊ നമ്മൾക്കും അറിയാം, നമ്മുടെ നാട്ടിലും ഒക്കെ കഴിക്കുന്നത് അങ്ങനെ. പിന്നെ ശാഖമുദ്ഗാദി വികൃതവും, ഇലക്കറികളും പയർവർഗ്ഗങ്ങളും ഒക്കെ കഴിയുമ്പോൾ ഈ പുളിരസമുള്ള സംഗതികളൊക്കെ കഴിക്കുന്നതാവും നല്ലത്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഈ ഇലക്കറികള് അല്ലെങ്കിൽ പയർവർഗ്ഗങ്ങളൊക്കെ ചേരുമ്പോൾ അതിന്റെ കൂടെ ഈ പറഞ്ഞ സാധാരണ ഇലക്കറികളുടെ കൂടെ ഉപയോഗിക്കുന്ന മോര് ചേർത്തുള്ള കറി എന്തെങ്കിലും കൂടെ ചേർത്ത് കഴിക്കാറുണ്ട്. അപ്പം അങ്ങനെ പുളിരസമുള്ള സംഗതി പല കറികളിലുമൊക്കെ ഈ പുളിക്ക് വേണ്ടി മാങ്ങയോ അല്ലെങ്കിൽ പുളിക്ക് വേണ്ടി പിഴുപുളിയോ കുടംപുളിയോ ഒക്കെ ചേർക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഈ ഇല ചേർത്തുള്ള കറികളിൽ പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി പുളിരസമുള്ള സംഗതി മസ്തു തക്രം, മസ്തു എന്ന് പറഞ്ഞാൽ തൈരിന്റെ തെളി, തൈരല്ല തൈരിന്റെ തെളി അതിന്റെ കൂടെ കഴിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണ അങ്ങനെ കാച്ചിയ കുമ്പളങ്ങ, വെള്ളരിക്ക, കക്കരിക്ക തുടങ്ങിയ സാധനങ്ങളൊക്കെ അതിന്റെ കൂടെ പച്ചക്കറികളും ഒക്കെ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ മോര് ചേർത്ത് പാകപ്പെടുത്തി കഴിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഈ പറയപ്പെടുന്ന കുമ്പളങ്ങ, വെള്ളരിക്ക, കക്കരിക്ക തുടങ്ങിയതൊക്കെ ധാരാളം ജലാംശമുള്ളവയാണ്. അപ്പൊ സാധാരണ അതിനെ ഒരു മറ്റേ പെരക്കെന്നോ അതിന്റെ ഒരു പ്രത്യേക ഒരു പാചക തീയുടെ സമ്പർക്കമില്ലാതെ, അഗ്നി സമ്പർക്കമില്ലാതെ ഒരു തരം ഒരു കറി തയ്യാറാക്കലുമുണ്ട്. അതിനെ പെരക്കെന്നൊക്കെയാണ് പറയുന്നത്. അത് സാധാരണ ഇതെല്ലാം പച്ചക്ക് അരിഞ്ഞു വെച്ചതിന് ശേഷം അതിന് ലേശം ഉപ്പും കൂടെ ചേർത്ത് വയ്ക്കും. ഉപ്പും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളമല്ല വാർന്നു വരും. ഈ വാർന്ന വെള്ളം മാറ്റിയതിന് ശേഷം അതിന്റെ കൂടെ ഈ പറഞ്ഞ ഇഞ്ചിയും തേങ്ങയും കരിവേപ്പിനും ഒക്കെ തേങ്ങയും കൂടെ ചേർത്ത് ചതച്ചരച്ചിട്ട് അത് ഇതിന്റെ കുറച്ചു നേരം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ വരുന്ന വെള്ളം ഈ കഷ്ണങ്ങൾ ഇങ്ങനെ തന്നെത്താനെ വലിച്ചങ്ങ് നമ്മൾ ഈ കണ്ടു കഴിഞ്ഞത് ഈ തേങ്ങാ പിണ്ണാക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പൊടിച്ചിട്ട് വെള്ളത്തിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കാണാം ഈ വെള്ളം മുഴുവൻ എവിടെയോ അപ്രത്യക്ഷമാകുന്നത്. അതിനകത്തുള്ള ജലാംശമോ ദ്രവാംശം മുഴുവൻ വലിച്ച് അടിച്ചിറക്കിയതിന് ശേഷമുള്ള വളരെ വരണ്ട സംഗതിയാണ് ഈ തേങ്ങാപ്പിണ്ണാക്ക്. പണ്ട് കുളിക്കുവാനൊക്കെ അത് ഉപയോഗിക്കായിരുന്നു. അതിനകത്ത് അപ്പം അതിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് വീട്ടിലൊക്കെ തേങ്ങ ആട്ടിക്കഴിഞ്ഞാൽ കൊപ്ര കൊണ്ടുവരുമ്പോൾ തേങ്ങാപ്പിണ്ണാക്ക് പശു ഉണ്ടെങ്കിൽ പശുവിന് കൊടുക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ ഈ കുടിക്കുവാനൊക്കെ ഉപയോഗിക്കും. അത് അങ്ങനത്തെ ഇപ്പം മറ്റേ ഖാദിയുടേതായിട്ടുള്ള പിണ്ണാക്ക് സോപ്പും ഒക്കെ വരുന്നുണ്ട്. അപ്പം അതിനൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് അനാവശ്യമായ തോതിലുള്ള ഈ മെഴുക്കിനെ നീക്കം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വിധം ആവശ്യമായ തോതിലുള്ള മെഴുക്കിനെ മാത്രമേ ശരീരത്തിന് തൊലിയുടെ ആരോഗ്യത്തിന് ഒരു മിതമായ തോതിൽ മെഴുക്ക് പുറമേ ആവശ്യമുള്ളതാണ്. അപ്പൊ ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന പല സോപ്പുകളിലും ഈ പറഞ്ഞ സോപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കുളിച്ച് വരുമ്പോഴത്തേക്ക് ശരിക്കും തൊലിപ്പുറത്തുള്ള സാധാരണ ഉണ്ടാവേണ്ട ഒരു മെഴുക്കിന്റെ അംശം ഇല്ലാതെയാവുന്ന അനുഭവം ഉണ്ടാവും. വളരെ വളരെ അങ്ങ് ശുഷ്കിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ വരില്ല. അപ്പം അതേപോലെയാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പം ഞാൻ ഈ കറിയുടെ കാര്യം ചുമ്മാ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇപ്പം അഗ്നിയുടെ സമ്പർക്കം ഇല്ലാതെ പോലും ഈ പറഞ്ഞ ജലത്തിന്റെ അകത്തേക്ക് എടുക്കലും പുറത്തേക്ക് എടുക്കലിനെ ക്രമീകരിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മളെ പണ്ടും ഉണ്ടായിരുന്നു. ഇപ്പൊ പണ്ടൊക്കെ ഈ പറഞ്ഞ അപ്പം ഈ ചീനിയാവട്ടെ, അതിന് കൊള്ളിയെന്നോ കപ്പയെന്നൊക്കെ പറയുന്ന സംഗതികൾ സുലഭമാകുന്ന കാലത്ത് ഉണക്കി വെക്കുകയും അത് പിന്നീട് വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച് വീണ്ടും പഴയ പോലെ ഉപയോഗിക്കുന്ന ഒരു സംഗതിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് പഴയത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ പറഞ്ഞ ശാകങ്ങൾ, ഇലക്കറികൾ ചേർക്കുമ്പോഴും പച്ചക്കറികൾ ചേർക്കുമ്പോഴും അതിന്റെ കൂടെയൊക്കെ ഇച്ചിരി പുളിരസമുള്ള എന്തെങ്കിലും അനുപാനങ്ങളായാൽ അത് ദഹന പ്രക്രിയ കുറെ സുഗമമാക്കുന്നതാണ് ഒരു സംഗതി. ശാകമുദ്ഗാദി വികൃതവും മസ്തു തക്ര അമ്ലകാഞ്ചിയം. പിന്നെ സുരാ കൃശാന പുഷ്ടിയർത്ഥം. ഇനി ഒരാളുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താനായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഈ മാംസരസം സൂപ്പ് പോലെയുള്ള അനുപാനമാക്കുന്നത് നന്നായിരിക്കും. സുരാ കൃശാന പുഷ്ടിയർത്ഥം. പിന്നെയോ കൃഷന്മാരെ മെലിഞ്ഞിരിക്കുന്ന ശരീരപ്രകൃതിയുള്ളവരെ പുഷ്ടിപ്പെടുത്താനാണെങ്കിൽ സുരയാണ് മറ്റേ മദ്യം തന്നെയാണ് സുര. അരി അരച്ചുണ്ടാക്കുന്ന മദ്യത്തിനാണ് സുര എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ ധാരാളം ഫെർമെന്റഡ് പ്രിപ്പറേഷൻ, സന്താന കൽപ്പന എന്നാണ് പറയുന്നത്. സന്താനം വെച്ചാൽ കെട്ടിവെച്ച്, അതായത്
ശർക്കരയോ ഒക്കെ ചേർത്ത് കെട്ടിവെച്ച് പുളിപ്പിച്ചെടുക്കുന്ന ഔഷധങ്ങളെയാണ് സന്ധാന കൽപ്പന വിശേഷം. രണ്ട് തരത്തിലുണ്ട്, അരിഷ്ടമെന്നും ആസവമെന്നും. കഷായം ഉണ്ടാക്കിയ കഷായത്തിനെ പുളിപ്പിച്ച് എടുക്കുന്ന സംഗതിയാണ് ഈ അരിഷ്ടമെന്ന്. ഈ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ, അല്ലെങ്കിൽ പണ്ട് പച്ചവെള്ളത്തിലായിരുന്നു, ഇപ്പോൾ അത് പച്ചവെള്ളത്തിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ അതിനെ പുളിപ്പിച്ചെടുക്കുന്നതിന് ആസവങ്ങളെന്നും പറയും. അതാണ് ഈ ആസവം, അരിഷ്ടമെന്ന് ആയുർവേദത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് ഔഷധങ്ങളുണ്ട്. അത് വേറെ ഒന്നുമില്ല, ഈ ശർക്കരയും മധുരവും അല്ലെങ്കിൽ മറ്റ് മധുരങ്ങൾ ചേർത്ത് പുളിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതിനെ മദ്യരൂപത്തിലേക്ക് മാറ്റുന്നതാണ്. പക്ഷെ അപ്പം മദ്യമാക്കി പുളിപ്പിച്ചെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ദ്രവം തിളപ്പിച്ച കഷായത്തിൽ നിന്നാണെങ്കിൽ അതിന് അരിഷ്ടം വന്നു. ഇനി അതല്ല, പച്ചവെള്ളത്തിലോ തനിനീരിലെ തന്നെയാണ് എടുക്കുന്നതിന് ആസവം, അങ്ങനെയാണ് പറയുക. അപ്പൊ ഇങ്ങനെ ഈ അരിയരച്ചുണ്ടാക്കിയ മദ്യങ്ങള് ഈ കൃഷ്ണന്മാർക്ക് മെലിഞ്ഞവരിൽ പുഷ്ടി ഉണ്ടാക്കാൻ, സ്ഥൂലാനാംച മധു, ഈ പൊണ്ണത്തടിയുള്ളവർക്കാവട്ടെ തടി കുറയ്ക്കാനായിട്ട് തേൻവെള്ളം. ഇപ്പൊ തേൻവെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. കാര്യം ഇന്നിപ്പോ കിട്ടുന്ന തേനൊക്കെ എത്രത്തോളം വിശ്വാസ്യമാണെന്നുള്ള കാര്യത്തിൽ വലിയ തർക്കങ്ങളുണ്ട്. കാര്യം ഈ കച്ചവട താല്പര്യത്തോടുകൂടി ഇതിനെ ഈ ശർക്കര തന്നെ, അപ്പം അത് വളരെ വളരെ രസകരമാണ്. ഈ സാധാരണ തേനൊക്കെ തിരിച്ചറിയാൻ അകുമാർക്ക് മറ്റു സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ FPO, അകുമാർക്ക് തുടങ്ങിയ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും സാധാരണ ഒരു സാമാന്യമായി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സംഗതി വെച്ചാൽ, തേന് കൊണ്ടുവന്നൊരു ഒരു ഗ്ലാസ് ചില്ല് ഗ്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ, അത് തേന് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ കലങ്ങാതെ താഴെ വന്ന് ഇങ്ങനെ ഒരു കൂന പോലെ ഒരുമിച്ച് വെള്ളത്തിൽ കലങ്ങാതെ നിൽക്കുന്നുവെങ്കിൽ അത് നല്ല തേനാണെന്ന്. പക്ഷെ ഇതേ സാഹചര്യം തന്നെ ശർക്കര നല്ലോണം പാവാക്കി ഒരു 2 നൂൽ പാകം, ഇപ്പൊ പാകം എന്ന് പറഞ്ഞാൽ തിളപ്പിച്ച് വറ്റിച്ചിട്ട് അവസാനം ഒരു സ്വല്പം എടുത്ത് 2 വിരലിനും ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് വിരലുകൾ ഇങ്ങനെ അനക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു നാല് വരുന്നു, അതിന് 1 നൂൽ പാകം എന്ന് പറഞ്ഞു. പൊട്ടാതെ 2 വരുന്നെങ്കിൽ 2 നൂൽ പാകം വരും. 2 നൂൽ പാകം 3 നൂൽ പാകത്തിൽ ശർക്കര പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ കലങ്ങാതെ താഴെ വരും. അപ്പൊ അങ്ങനെയൊക്കെ ആക്കിയാൽ പിന്നെ ഇതിന്റെ മണവും ഒക്കെ ആക്കി കഴിഞ്ഞാൽ തേൻ പോലെ തോന്നും. പക്ഷെ നല്ല തേൻ കിട്ടാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വനസംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ ആദിവാസികളും അല്ലെങ്കിൽ വനവാസികളിൽ നിന്ന് ശേഖരിച്ച സാധനം ഈ വകുപ്പ് തന്നെ നേരിട്ട് ലഭ്യമാകുന്നു. അപ്പൊ അങ്ങനെയുള്ള വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഹാദിയിൽ നിന്നൊക്കെ നല്ല തേനോ കിട്ടുന്നു. അത് വിശ്വസനീയമായ രീതിയിൽ ഉപയോഗിക്കുക. അത് വെള്ളം ചേർത്ത് ഉപയോഗിക്കുന്നത് ഈ അപ്പം സുരാകൃശാനാം പുഷ്ട്യർത്ഥം സ്ഥൂലാനാം ച മധൂതകം, സ്ഥൂലന്മാർക്കൊക്കെ പൊണ്ണത്തടിയുള്ളവർക്ക് പൊണ്ണത്തടി വരാതിരിക്കാനായിട്ട് അനുപാനമായി ഉപയോഗിക്കുന്ന സാധനം ഈ തേൻ വെള്ളമാണ്. അപ്പോൾ തേൻ വെള്ളം വെച്ചാൽ തേൻ നല്ലതായിരിക്കും. മാത്രമല്ല ഈ തേനെ പറ്റിയിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ അറിഞ്ഞൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക പൂക്കളിൽ നിന്ന് മാത്രം തയ്യാറാക്കുന്ന തേനുകളൊക്കെ ഉണ്ട് അത്ര. അപ്പം വലിയ 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 വിസ്താരമായിട്ടുള്ള പാടങ്ങളിൽ വളർത്തി വരുന്ന ഈ മറ്റേ പൂക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ തന്നെ അവർ പെട്ടിയും വെക്കാറുണ്ട്. അപ്പൊ ആ പെട്ടിയിൽ നിന്ന് വെക്കാം. അപ്പം ജമന്തിയുടെ മാത്രം, മുല്ലയുടെ മാത്രം തേന് ശേഖരിക്കാൻ പറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ അത് മാത്രം ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പൊ അങ്ങനെയും ഉണ്ട്. പിന്നെ ആയുർവേദത്തിൽ സ്വതവേ 8 തരം തേനുകളെ പറ്റി പറയുന്നു. അതൊന്നും പലതൊന്നും ലഭ്യമല്ല. എന്നാലും സാമാന്യമായിട്ട് ചെറുതേനെന്നും വൻതേനെന്നും പറഞ്ഞ 2 സംഗതികളാണ് ലഭ്യമായി വരാറുള്ളത്. ചെറുതേന് ഈച്ചവള്ള കുഞ്ഞൻ ഈച്ചയായിരിക്കും. അത് ചെറിയ പൂക്കളിൽ നിന്നുള്ള തേനാണ്, അതിന്റെ അളവ് കുറവായിരിക്കും. വൻതേൻ എന്ന് പറഞ്ഞാൽ വലിയ ഈച്ചകളാണ് അത് ശേഖരിക്കുക. അത് വലിയ മരങ്ങളിൽ നിന്നൊക്കെയാണ് കുറച്ച് വ്യാപകം, വലിയ തോതിൽ അത് ഈ കൂടുകൾ നോക്കുമ്പോൾ വലിയ തോതിൽ വലിയ അളവിൽ വൻതേനിൽ നിന്ന് ലഭിക്കും. വൻതേനീച്ചകളിൽ നിന്ന് ലഭിക്കും. മറ്റേ ചെറുതേനിന്റെ ഈച്ചകളിൽ നിന്ന് കുറച്ചേ കിട്ടുള്ളൂ. മിക്കവാറും വീടുകളിലൊക്കെ നോക്കി നമ്മുടെ ഈ കല്ലുകൾക്കിടയില് വീടിന്റെ അടിത്തറയോട് ചേർത്ത കല്ല്, അവിടെയൊക്കെ നോക്കിയാൽ ചെറിയ കിഴുത്തയുടെ അറ്റത്ത് ഇങ്ങനെ സ്വല്പമായ തേനൊക്കെ ഇരിക്കുന്നത്. തേനിന്റെ കൂടും തേനിന്റെ വാക്സും മെഴുകും ഒക്കെ കാണും. അത് ചിലപ്പോഴൊക്കെ പൊട്ടിച്ച് നോക്കിയാൽ അതിൻ്റെ അകത്ത് കുറച്ച് സ്വല്പം കിട്ടും. രണ്ടിന്റെ നിറത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ഈ പെരുന്തേൻ കുറച്ച് ഒരു കടുത്ത ഇരുണ്ട നിറമാണുള്ളത്. ഈ ചെറുതേനാവട്ടെ ഒരു മഞ്ഞ കലർന്ന തെളിഞ്ഞ നിറമാണുള്ളത്. മറ്റേ ജമന്തിയുടെ പോലെയുള്ള കടുത്ത മഞ്ഞ നിറമല്ല, എന്നാലും ഒരു മഞ്ഞയും ബ്രൗണും ഒക്കെ. നമ്മുടെ വെളിച്ചെണ്ണയുടെക്കാളും കുറച്ചുകൂടെ ഒരു മഞ്ഞിപ്പ്, ഇപ്പോൾ പാം ഓയിൽ അത്ര കൊണ്ടു വെച്ചാൽ അത്ര ഇല്ല. ആ നിറത്തിലുള്ളൊരു നിറമാണ് ഈ ചെറുതേനും. അപ്പം ചെറുതേനാണ് കുറെ കൂടെ ഈ ഗുണകരമായിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ കൂടുതൽ ചെറിയ പൂക്കളിൽ നിന്ന് ശേഖരിക്കുന്ന തേനായതുകൊണ്ട് അത് കുറെ കൂടെ ഗുണകരമായ ഔഷധ ഗുണം ഏറിയിട്ടുള്ളതാണ്. പക്ഷെ വില കൂടുതലാണ്.
അത്ര സുലഭമായി ലഭ്യമാവാറൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ ഈ തേനീച്ചക്കൂടുണ്ടെങ്കിൽ സമീപത്ത് ഒരു മറ്റേ ചെറിയ കുടമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഇതിനകത്ത് വന്ന് അത് കൂട് കൂട്ടാറുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ട്. അപ്പം ഈ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറുതേനൊക്കെ അല്ല തേൻ തന്നെ വെള്ളം ചേർത്തിട്ട് അപ്പോഴും ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു അത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ആവും അന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനിവാര്യമായി പറയുന്നത് പാലാണ്. പക്ഷെ ഇന്ന് പാലിന്റെ ലഭ്യമാവുന്ന പാലിന്റെ ഗുണത്തെ പറ്റിയിട്ടുമൊക്കെ നമുക്ക് പല സംശയങ്ങളുണ്ട്. കാര്യം കാലിത്തീറ്റ കൃത്രിമമായ കാലിത്തീറ്റ ചുരത്തൽ കൂട്ടാൻ വേണ്ടി ഹോർമോണുകളും രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി മരുന്നുകളും ഒക്കെ വളരെയധികം തോതിൽ പശു കാലിത്തീറ്റയിലൊക്കെ ഉള്ളതാവുന്ന നമ്മൾ മനസ്സിലാകുന്നു. മാത്രമല്ല ഇപ്പം പച്ചപ്പുല്ല് പോലും വളർത്തി മറ്റേ പശുവിനെ വളർത്താൻ വേണ്ടി ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ ധാരാളം മരുന്നും ഒക്കെ തളിച്ചൊക്കെയാണ് ചെല്ലുന്നത്. അപ്പൊ ഇതൊക്കെയും ഈ പാലിനെ സ്വാധീനിക്കുന്നതായി. മാത്രമല്ല രോഗപ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ കൊളിസ്റ്റിൻ പോലെയുള്ള അഡ്വാൻസ് ഏറ്റവും ആധുനിക തലമുറയിലുള്ള ഏറ്റവും മുന്തിയ തലമുറയിലുള്ള ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെ മനുഷ്യന്റെ ശരീരത്തിലേക്ക് അതിന്റെ സാന്നിധ്യം കൂടുന്നതായിട്ടുള്ള പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പാല് മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. പക്ഷെ ഇന്ന് പാല് മാത്രമല്ല നമ്മുടെ ജീവിത ശൈലിയും മാറിയിരിക്കുന്നു. ഇപ്പം കേരളത്തിന്റെ മൊത്തത്തിലൊരു സ്വഭാവം എടുത്ത് നോക്കി കഴിഞ്ഞാൽ കായികാധ്വാനം ത്തിന്റെ തോത് അങ്ങനെ കഠിനാധ്വാനത്തിൽ ഏർപ്പെടുന്ന സമൂഹത്തിൽ കുറച്ച് വരികയും കുറച്ച് ക്ലേശരഹിതമായ ജോലിയിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം കൂടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഭക്ഷണത്തിന്റെ നിലവാരം വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പൊ കഴിച്ച ആഹാരം ദഹിച്ചു തീരുന്ന രീതിയിലുള്ള കായികാധ്വാനമൊന്നും ഇല്ലതാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞോട്ട് അമിതവണ്ണവും തുടങ്ങിയ രോഗങ്ങളുമൊക്കെ ഏറുന്നൊരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ പാല് ഈ പറഞ്ഞ രീതിയിൽ കൊഴുപ്പേറിയ പാല് ഉപയോഗിക്കേണ്ടത് ആവശ്യമുണ്ടോ? പിന്നെ എത്രയും പെട്ടെന്ന് ശരീരത്തിൽ ക്ഷീണം മാറ്റിയെടുക്കാൻ പാല് നല്ല ദഹനശക്തി ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തുടക്കത്തിൽ ഈ ആഹാരത്തെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ വസ്തുക്കളിലും ഭക്ഷ്യപദാർത്ഥങ്ങൾക്കും അതിൻ്റെതായ ഗുണവും ആരോഗ്യവും ഒക്കെ ഗുണകരമായ ഫലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമാവണമെങ്കിൽ ഈ സംഗതി അതായി നിന്നാൽ മാത്രം പോരാ, ശരീരത്തിൽ എത്തുമ്പോൾ അത് വേണ്ടവണ്ണം വിനിയോഗിക്കപ്പെടണം. വേണ്ടവണ്ണം പാകപ്പെട്ട ശരീരത്തിന്റെ ഭാഗമായി മാറണം. അപ്പോൾ മാത്രമാണ് അതിന്റെ ഫലം പൂർണ്ണമായി വ്യക്തമാവുക. അപ്പം അതിനുള്ള സാഹചര്യം കൂടെ ഉണ്ടെങ്കിൽ പാല് പ്രയോജനകരമാണ്. പക്ഷെ ഇന്നിപ്പം നമുക്കറിയാം കുട്ടികൾക്ക് പോലും പാല് ഗുരുതരമായിട്ടുള്ള അലർജിയും അല്ലെങ്കിൽ ഇൻടോളറൻസും ലാക്ടോസ് ഇൻടോളറൻസ്, കേസീൻ ഇൻടോളറൻസ് തുടങ്ങി പല പല രീതിയിൽ പ്രതികൂലമായ ഫലത്തെ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അതിനകത്ത് ആയുർവേദത്തിൽ പാലിന്റെ ഗുണമൊക്കെ പറയുമ്പോഴത്തേക്ക് സ്വാദുപാക രസം സ്നിഗ്ധം ഓജസ്യം ധാതുവർദ്ധനം വാതപിത്തഹരം വൃക്ഷം ശ്ലേഷ്മളം കുരുശീതളം എന്നൊക്കെ പറഞ്ഞതിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ധാരോഷ്ണം, അതായത് കറന്ന ചൂടോടുകൂടി കുടിക്കുന്ന പാലിന്റെ ഒക്കെ അത് ധാരോഷ്ണം അമൃതത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ എത്രത്തോളം നമ്മുടെ അത്രത്തോളം ഇത് വാണിജ്യവൽക്കരിക്കപ്പെട്ടു എന്നും അതിന്റെ ഈ ഏർപ്പെടുന്ന വിദ്യകളിലൊക്കെയുള്ള സത്യസന്ധതയും വാണിജ്യ കച്ചവട താല്പര്യങ്ങളുടെ അതിപ്രസരവും ഒക്കെ ഇതിന്റെ ആ ഒരു നന്മയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ പാലത്ര ആശാസ്യകരമായിട്ടുള്ള ഒരു പദാർത്ഥമാണോ എന്ന് തന്നെ സംശയിക്കേണ്ടതും. കാര്യം ആ രീതിയിലാണ് അത് ഉത്പന്നമായി വരുന്നത്. മാത്രമല്ല നമ്മുടെ നാടിനിടങ്ങാത്ത രീതിയിലുള്ള തീർച്ചയായും പാലിന്റെ ക്ഷാമത്തെ അതിജീവിക്കാൻ ഈ വെള്ള വിപ്ലവം അല്ലെങ്കിൽ വൈറ്റ് റെവല്യൂഷൻ എന്നൊക്കെ പറയുന്നതിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ നാടിനും നമ്മുടെ നാട്ടുകാർക്കും ഇണങ്ങാത്ത രീതിയിലുള്ള ഒരു പാലിന്റെ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പം പലപ്പോഴും ആയുർവേദ ചികിത്സകന്മാരും തന്നെ വ്യാപകമായി പാലിന്റെ പ്രയോഗത്തെ പ്രോത്സാഹിപ്പിക്കാറൊന്നുമില്ല. പിന്നെ തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലൊക്കെ നേർപ്പിച്ച് എന്തെങ്കിലും സംഗതികളോടൊക്കെ എന്തെങ്കിലും ചുക്കോ അല്ലെ വെളുത്തുള്ളിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഞ്ചിയോ അങ്ങനെ സംഗതികളോടൊക്കെ ചേർത്ത് തിളപ്പിച്ച് അതിനെ ഒരു ലഘുവായ രീതിയിൽ, അതായത് പാലായി തന്നെ പലപ്പോഴും ഒന്നും നിർദ്ദേശിക്കാറില്ല. പിന്നെ തീരെ എന്തെങ്കിലും നിവൃത്തികെട്ട സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ അതിനെ തീരെ നേർപ്പിച്ച് ഒരു 1/4 ഗ്ലാസ് പാലാണെങ്കിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളവും എന്തെങ്കിലും ചേർത്ത് അപ്പൊ വെള്ളത്തിന്റെ തോത് കൂട്ടുകയും പാലിന്റെ അംശം പരമാവധി ചുരുക്കി നിർത്തിക്കൊണ്ട് പിന്നെ ഈ പാലിന്റെ ഒരു കേടുകളെ തിരുത്തുന്ന രീതിയിൽ ചുക്കോ ഇഞ്ചിയോ
അല്ലെങ്കിൽ വെളുത്തുള്ളിയോ അങ്ങനെയുള്ള സംഗതികളോടൊക്കെ ചേർത്ത് തിളപ്പിച്ച്, അല്ലെങ്കിൽ മുരിങ്ങയിലയോ അങ്ങനെയൊക്കെ ചേർക്കാറുണ്ട്. അങ്ങനെയും ഒക്കെ ഈ പാല് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പാലിന് ഒരു അനുപാനങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയപ്പെട്ടിരുന്ന സംഗതിയാണ്. പക്ഷേ ഇന്നത്തെ കാലത്തിൽ അതിന്റെ അത്ര വ്യാപകമായ നിർദ്ദേശമൊന്നുമില്ല. പിന്നെ ഇത് മാത്രം, ഇത് സാമാന്യമായ ആഹാരത്തോടൊപ്പം കഴിക്കാൻ പറ്റുന്ന അനുപാനങ്ങളാണ്. ഇനി അതല്ല, ചില രോഗത്തിനും ഒക്കെ അനുപാനമുണ്ട്. രോഗാവസ്ഥയിൽ ഈ പറഞ്ഞോട്ട് രോഗത്തിന് ഇണങ്ങുന്ന ഔഷധങ്ങളെ കൊണ്ട് തിളപ്പിച്ച് കുടിവെള്ളമാക്കി കൊടുക്കും. പൊണ്ണത്തടി അല്ലെങ്കിൽ ഒക്കെ ഉള്ളവർക്ക് സാധാരണ നമ്മൾ നിർദ്ദേശിക്കാറുള്ളത് കരിങ്ങാലിയോ പതിമുഖമോ അല്ലെങ്കിൽ വേങ്ങാക്കാതലോ അങ്ങനെ അങ്ങനെ അതിന് സമാന ശരീരത്തിലെ ഈ ദുർമേധസ്സിനെ കുറയ്ക്കുന്നതിനൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങളെ കൊണ്ട് സംസ്കരിച്ചിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള കുടിവെള്ളങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ ഈ പറഞ്ഞോട്ട് സന്ധിവേദനയും ഒക്കെ വരുമ്പോഴത്തേക്ക് കുറുന്തോട്ട് ചേർത്തിട്ടുള്ള വെള്ളം ചേർത്ത്, അപ്പം മരുന്നെന്ന രീതിയിൽ അല്ലെങ്കിൽ പോലും ഒരു ദിവസം പലതവണയായിട്ട് ദാഹശമനി എന്ന രീതിയിലൊക്കെ കുടിക്കുമ്പോൾ, അപ്പം അത് ഈ പറഞ്ഞോട്ട് ഒന്ന് ആ രോഗപ്രക്രിയയെ നെറ്റ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. മറിയാം ഡോക്ടറെ കേൾക്കാമോ? കേൾക്കാമല്ല. അതെ, അപ്പൊ ഡോക്ടർ നെറ്റ് ഡിസ്കഷൻ അതെ ഡിസ്കഷൻ ആയിട്ടുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനും ഓർമ്മിക്കാനും ഉണ്ട് എന്നുള്ളതാണ്, പഠിക്കാനുണ്ടെന്നുള്ളതാണ് അല്ലേ? അനുപാന പ്രക്രിയ എങ്ങനെയാണ്, പാനം എന്തൊക്കെയാണ്, എങ്ങനെ വെള്ളം കുടിക്കണം. അടുത്ത കാലത്ത് ഒരു യൂട്യൂബ് ഏതൊരു വീഡിയോ കണ്ടാണ് ഒരു ഡോക്ടർ പറയാണ്, ഈ പറഞ്ഞത് കോട്ടും ടൈയൊക്കെ ഉണ്ട്. അദ്ദേഹം പറയാണ് അങ്ങനൊന്നും ഇല്ല, പഴയ കാലത്ത് ആൾക്കാർ ഈ ഭക്ഷണം കിട്ടാൻ കുറവായതുകൊണ്ട് കിട്ടുന്നതെല്ലാം ആദ്യം വലിച്ചു വാരി തിന്നുകയും പിന്നെ വെള്ളം കുടിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം ആഹാരത്തിന് കുറവാണ്. ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങളാണ് ധാരാളമായിട്ട് പലരും പറയുന്നത്. എന്തുമാത്രം ശാസ്ത്രീയമായും ആഴത്തിലുമാണ് ഈ വിഷയത്തെ ആയുർവേദം കൈകാര്യം ചെയ്യുന്നുള്ളത്. അപ്പൊ ഇതിലൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഇനിയും ഒരുപാട് പഠിക്കേണ്ടെന്നുള്ളത് തന്നെയാണ്. ചില്ലറ കാര്യങ്ങളല്ല അത് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നും വളരെ ആഴത്തിലുള്ള വിഷയങ്ങളാണ്, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഡോക്ടർ എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയുക, ദയവായിട്ട് പറയുക. അതുപോലെ തന്നെ നമ്മുടെ സൂമിലെ ഏതെങ്കിലും പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അഭിപ്രായം പുതിയതായിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയുക. ഇനിയിപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരു പ്രോഗ്രാം പുതിയതായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ധാരാളം സപ്ലിമെന്റുകൾ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മരുന്ന് കമ്പനികളിൽ നിന്ന് ധാരാളം സപ്ലിമെന്റുകൾ ഇറക്കുന്നുണ്ട്. അപ്പൊ ആ സപ്ലിമെന്റ് ഹോമിയോപ്പതിയിൽ നമ്മുടെ ഡോക്ടർമാർ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് കമ്പനികൾ ഗുണമുണ്ടാകും, പേഷ്യൻസ് ഗുണമുണ്ടാകും. അതിനെക്കുറിച്ച് ഒരു സെഷൻ വെക്കുന്നുണ്ട്. സേതുരാജ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറേ, ഇനിയിപ്പോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ എന്തായാലും ഒരുപാട് പറയാനുണ്ട്. അതെ അതെ അതെ. ഇടയ്ക്കൊരു ചെറിയൊരു പ്രശ്നം, മറ്റേ വൈഫൈയുടെ ഒരു ചെറിയ പ്രശ്നം വന്നതാണ്, അത് നിന്നുപോയത്. ക്ഷമിക്കണം. അപ്പൊ നമുക്ക് ബാക്കി അടുത്ത ദിവസം ആക്കിയല്ലേ? ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ.
കാരണം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കേൾക്കും തോറും ഈ പറഞ്ഞ ആഴം കൂടിക്കൂടി വരികയാണ്. ഇതെല്ലാം കൂടെ നിങ്ങൾ എങ്ങനെ പഠിച്ചു എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഏ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഠിക്കാൻ വന്ന വിഷയത്തിന്റെ 100 മടങ്ങെങ്കിലും ഉണ്ടെന്ന് പറയേണ്ടി വരും. അല്ല ഈ നമ്മുടെ ഈ ആരോഗ്യ മേഖല നിൽക്കുമ്പോൾ എനിക്ക് ആയുർവേദത്തിൽ ഇങ്ങനെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ പോരല്ലോ. ഇപ്പം സമാന്തരമായിട്ടുള്ള മറ്റു മേഖലയിലുള്ള കാര്യത്തെപ്പറ്റി ഒരു സാമാന്യ ധാരണ കൂടെ ഇല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. എനിക്ക് അല്ല, തോന്നുന്നു അത് എന്തുമാത്രം സൂക്ഷ്മ ബുദ്ധിയോട് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നുള്ള പഴയ കാലത്തെ ആൾക്കാരുടെ ബുദ്ധി വൈഭവം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കി നമുക്ക് എത്തും പിടിയും കിട്ടില്ല. ഈ പറഞ്ഞ വെള്ളം കുടിക്കുന്നത് മെലിയാൻ എങ്ങനെയാണ്, വണ്ണം വെക്കാൻ എങ്ങനെയാണ്, അതുപോലെ അല്ലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പറയാം സാർ. അതെ ഇതൊക്കെ മുൻകാലം നമ്മുടെ പൂർവികരുടെ നിരീക്ഷണങ്ങളാണല്ലോ. അത് വെറുതെ എഴുതുന്നതല്ലല്ലോ. ഈ പറഞ്ഞോട്ട് ഇരുന്നൊരു സെമിനാറിൽ നിന്ന് ചർച്ച ചെയ്ത് കൊണ്ടുവരുന്ന എല്ലാ അനുഭവങ്ങളിൽ നിന്ന് പിറകോട്ട് വന്നിട്ടുള്ള രേഖപ്പെടുത്തലാണ് ഇതൊക്കെ. അതെ, പിന്നെ അതിനെ നിരീക്ഷണങ്ങൾ മാത്രമല്ല പലതും ഈ ദർശനങ്ങൾ എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ അതെ ഈ ഗോതമ്പ് കഴിക്കുമ്പം വെള്ളം കുടിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണത്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പല ഈ കല്യാണങ്ങൾക്ക് ആഹാരം വെക്കുന്ന പല വിരുദ്ധ ആഹാരങ്ങൾ ധാരാളം ആ, വാരി നിരത്തി വെക്കാറുണ്ട്. യാതൊരു ആ, ബോധവും ആ, ഇല്ലാതെ അതെ 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 കിട്ടുന്നതൊന്നും വിടാതെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത് മാറി നിന്നാൽ ഞെട്ടിപ്പിക്കുന്ന ചില രംഗങ്ങൾ കാണാൻ കഴിയും. ആന്ന് 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 സാറേ അതായത് ആന്ന് ഈ സാറേ. പ്രായമാകും തോറും ആഹാരത്തോടുള്ള ആർത്തി ആർത്തി കൂടുന്നതായിട്ട് ആർത്തി കാണുന്നുണ്ട്. സാറേ ഒറ്റ അതെ കൂടെ അതെ, സമയം നമ്മൾ അധികം തിന്നു എടുക്കാൻ മരിക്കുക ഒരൊറ്റ എന്ന് പറയും. അതെ അതെ ആ ഒരൊറ്റ അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നമുക്ക് ഒര ഈ പരിപാടി പറഞ്ഞോളൂ പറഞ്ഞോളൂ സാറേ പറഞ്ഞോളൂ. സാറ് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല ഞാൻ പറയാൻ വന്നൊരു സംഗതി, ഞാൻ ഇന്ന് പറയാനായിട്ട് വിചാരിച്ചിരുന്ന ഒരു സംഗതി പറയാൻ പറ്റിയില്ല. അതായത് ഈ ചരക സംഹിതയിൽ ഒരു ഭാഗത്തിന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നത് ആർത്തി മൂലമോ അറിവില്ലായ്മ മൂലമോ അല്ല, പരീക്ഷിച്ച് നമുക്ക് ഹിതമാണെന്ന് തോന്നിയിട്ട് വേണം ആഹാരം കഴിക്കാൻ എന്ന് പറയും. നമുക്ക് ഇണങ്ങുന്നതാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ആഹാരം കഴിക്കണം. അത് നമ്മളൊരു ഭക്ഷണത്തോടുള്ള ആർത്തിയോ ആസക്തി മൂലമോ അത് ആവരുത് എന്നാണ്. നരാഗ അഭിജ്ഞാന അറിവില്ലായ്മ മൂലം ഒരു സംഗതി എനിക്ക് പറ്റില്ല, എനിക്ക് നന്നാവില്ല എന്ന് വിചാരിച്ചിട്ടും അല്ല, എന്നും അല്ല കഴിക്കേണ്ടത്. അറിഞ്ഞ് പരിശോധിച്ച് നമുക്ക് ഹിതകരമാണ് എന്ന് അറിഞ്ഞിട്ട് പരിശോധിക്കണം എന്ന് പറഞ്ഞു തീർക്കാനാണ് വിചാരിച്ചത്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് സാറും പറഞ്ഞത്. ഈ ആർത്തിമൂത്ത് കഴിച്ച് കൊതി മൂലം കഴിച്ച് നമ്മൾ പല രോഗങ്ങളും വന്ന് പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. ഇത്രേ ഉള്ളായിരുന്നു സാർ. ഇത്രയോ ഇതിലൂടെ ഒന്ന് കൂട്ടിച്ചേർക്കണമെന്ന് വിചാരിച്ച ഇത്രേ ഉള്ളൂ. പറഞ്ഞോളൂ മാഡം. ഡോക്ടറിന്റെ നെറ്റ് പോയല്ലോ. സാറ് നമ്മളൊക്കെ കേട്ടിരുന്നത് ശരിക്കും ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കരുതെന്നാണ് ഇത്രയും നാളും കേട്ടിട്ടുള്ളത്. അല്ല ഇത് അത് തന്നെയാണ് ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയാനുള്ളവർക്ക് പരാമർശിച്ചു. കേൾക്കാമോ ഡോക്ടറെ? കേൾക്കാം സാറേ കേൾക്കാം. കേൾക്കാം. ആ, ആ. കാര്യം പ്രകൃതി ചികിത്സയുടെ ഒരു നിലപാട് അങ്ങനെയാണ്. അതായത് ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കുടിക്കാനേ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് പ്രകൃതി ചികിത്സയിലുള്ളത്. പക്ഷെ ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അതായത് എന്ത് ഉദ്ദേശിച്ചിട്ടാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതിനനുസരിച്ച് ഈ സമയവും ക്രമവും അളവും ചിട്ടപ്പെടുത്തിയാൽ അതിന്റെ അനുസരിച്ചുള്ള ഫലം കിട്ടും എന്നുള്ളത് തന്നെയാണ് ആയുർവേദത്തിന്റെ അതുമായി ബന്ധപ്പെട്ട നിലപാട്. ഓക്കെ, മലയാളം ഡോക്ടറെ നന്ദി പറയൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശരി. എന്താണെങ്കിലും സാറിന്റെ ക്ലാസ്സുകൾ വളരെ വളരെ ഇഷ്ടത്തോടെയാണ് ഞങ്ങൾ കേൾക്കുന്നത്. 5 ഭാഗവും വളരെ ഭംഗിയായി. സത്യത്തില് ഒരുപാട് അറിവാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും സാറ് വരണം. പല ചോദ്യങ്ങളും ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. പക്ഷെ നമുക്ക് അവസാനമായി വരുമ്പോൾ ഒരു അതെ സമയക്കുറവ് വരുന്നുണ്ട്. അതെ എന്തായാലും സാറ് ഇനിയും കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇത്രയും നല്ല ക്ലാസ് ഞങ്ങൾക്ക് വേണ്ടി എടുക്കാൻ സന്മനസ് കാണിക്കുന്ന സാറിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മോഡറേറ്ററും മനോജ് ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. അപ്പൊ ഇതോടെ ഇന്നത്തെ പരിപാടിയോട് അവസാനിക്കുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.